നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷ കർത്തൃദാസൻ, വിശേഷിച്ച് ഇന്ത്യ ചർച്ച കൊണ്ട് ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തൃദാസൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനരായ ദൈവദാസന്മാർ, കുടുംബങ്ങൾ, ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥനയോട് എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ ദൈവമക്കൾ, സമീപ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ ഇരുന്ന് ശബ്ദപരിധിയിൽ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ, കാണുകയും അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഈ വീഡിയോ കാണുവാൻ ഏവർക്കും വേഗം വരുന്ന യേശു തുല്യനാ വന്ദനം. ദൈവം ചെയ്യും. ഈ ശുശ്രൂഷയ്ക്ക് കർത്താവിൻ്റെ ഒരിക്കൽ കൂടി നന്ദിയും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോവും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടെ പുറകില് പല പ്രിയപ്പെട്ടവര് കസാര ജല രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായൊരു തിരുവെടുത്താണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവെടുത്ത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പിള്ളേരെല്ലാം അവിടെ അടങ്ങി. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവെടുത്ത്. ഈ തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മാനം ധനമേ മണ്ണിൻ മകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മാനം ധനമേ മണ്ണിൻ മകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മാനം ധനമേ മണ്ണിൻ മകൾ ഒന്നും ശാന്തിയെ നൽകാതെ, ദാഹം പരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികിൽ അറിയ,
നീരൊഴിക ലോകം തരികിൽ അറിക ഒന്നേ ഉള്ളെന്നെ ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേ ഉള്ളെന്നെ ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ നീർത്തോടുകളിൽ നീർത്തോടുകളിൽ മാനെ പോലൻ മനസമീജനിൽ സുഖം തേടി മാനെ പോലൻ മാനസമീജനിൽ സുഖം തേടി ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി ഒന്നേയുള്ളനി ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളനി ആനന്ദം ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ മണ്ണിൽ ജീവിത പാതയതിൽ കണ്ണീർ താഴ്വര ഉണ്ടനികനവധി മണ്ണിൽ ജീവിത പാതയതിൽ കണ്ണീർ താഴ്വര ഉണ്ടനികനവധി മണ്ണിൽ ജീവിത പാതയതിൽ എന്നാലും ഭയന്തിന അരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ എന്നാലും ഭയന്തിന അരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ ഒന്നേയുള്ളനി ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളനി ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നായകലും വെയിലിൽ ഹിമമ്പോൾ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമമ്പോൾ ഒന്നേയുള്ളനി ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ
ഒന്നേയുള്ളെങ്കിൽ ഞാനന്ത ഉലകിൽ യേശുവിൻ സന്നിധി അണയുവലേ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം മുൻപോട്ട് അതിക്രമിച്ചു പോയെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എങ്കിലും ദൈവോചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ശാന്തമായിട്ട് ചിന്തിക്കുക. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്താണല്ലോ. വളരെ പരിചിതമായ തിരുവെടുത്ത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് മഹത്വം. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെയാ. 2 ലേഖനങ്ങൾ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പുസ്തകത്തെ പറ്റി തിട്ടമുള്ളവരാ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാൽ എഴുതപ്പെട്ടതാണ്. ആ 8 പേരില് കൂടുതൽ പുസ്തകം എഴുതിയത് പൗലൂസാണ്. തൊട്ട് താഴെ നിൽക്കുന്നത് യോഹന്നാനാണ്. പൗലോസ് ഏതാണ്ട് 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഇഷ്ടമുള്ള ലേഖനമാണ് യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇതില് ഇന്ന് രാത്രി നമ്മൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്താണ് വായിച്ചത്. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ, പെട്ടെന്ന് മനസ്സിലാകാൻ റെയിൽവേ പാളം പോലെ എന്ന് പറഞ്ഞാൽ, ഈ 2 ലേഖനത്തിൽ ലേഖനകർത്താക്കൾ 2 വിഷയമാണ് സ്ഥാപിക്കുന്നത്. ഇത് തലപ്പാടിക്കാരെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട, എല്ലാം പഠിച്ചിരിക്കുക. കർത്താവിന്റെ വലിയറിദാസന്റെ പിതാവിന്റെ ശുശ്രൂഷകളും ആരംഭ കാര്യങ്ങളൊക്കെ അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചല്ലോ. കർത്താവിന് മഹത്വം. അങ്ങനെ ആ കർത്തൃദാസനെയും അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഈ ദേശത്തിറങ്ങിയ ദൈവകുഞ്ഞുങ്ങളെയൊക്കെ ദൈവം നടത്തിയ ശുശ്രൂഷയിൽ സഹായിച്ച വിധങ്ങൾ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഈ ദേശത്തൊക്കെ അനേക ദൈവമക്കൾ ആരംഭ സമയത്ത് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇറങ്ങി. മണർകാടും തലപ്പാടിയിലും പുതുപ്പള്ളിയിലും അങ്ങേ സൈഡും ഒക്കെ ഒത്തിരി പേര്. കർത്താവിന് മഹത്വം. പാമ്പാടിയൊക്കെ ഇതിന്റെ ആരംഭ സമയം മുതലേ ധാരാളം ദൈവമക്കൾ എഴുന്നേറ്റ സ്ഥലങ്ങളാണ്. അങ്ങനെ ആ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ വളരെ കഷ്ടം സഹിച്ച്, പോരാട്ടം സഹിച്ച്, ആക്ഷേപം സഹിച്ച് ഈ മാർഗത്തിന് വേണ്ടി നിന്നു. ദൈവം അവരെ നിർത്തി. അവരിൽ കൂടി കണ്ടതായ നല്ല പാതകളെ വചനപ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവം പിന്തുണയ്ക്കും നൽകിയ ഭാഗ്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ച നിങ്ങൾക്ക് വചനമൊക്കെ നല്ല തിട്ടമുള്ളവരായി ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ വേദപുസ്തകം പോലും കൊണ്ടുവരുന്നില്ല. എനിക്ക് അവരെ ഇഷ്ടമാണ്, കാരണം നല്ല തിട്ടമാണ് അവർക്ക്. എന്തിനാ പുസ്തകം കൊണ്ടുവരുന്നത്? എല്ലാം ഉണ്ടല്ലോ കയ്യിൽ. അപ്പം ആട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെയും വരണമെന്നേ ഉള്ളൂ നിങ്ങളിവിടെ. അപ്പൊ ശ്രദ്ധിക്കുക, 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ. അപ്പോൾ ഈ 2 ലേഖനത്തിൽ ലേഖനകർത്താക്കൾ 2 വിഷയം സ്ഥാപിക്കുക. റോമാലേഖനത്തിൽ ധന്യനായ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണം അരക്കിട്ടുറപ്പിക്കുക. വിശ്വാസം കൂടാതെ ഒന്നും നടക്കത്തില്ല. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ യാക്കോബിന്റെ വാദം വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. അപ്പൊ 2 പേരും ഈ വിഷയങ്ങൾ സ്ഥാപിക്കുക. അതിനൊത്തിരി ചരിത്ര തെളിവുകൾ എടുത്താ തെളിയിക്കുന്നത്. വചന സൂക്തങ്ങളും പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടി 2 കൂട്ടരും സ്ഥാപിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം. 2 കൂട്ടരും എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അബ്രഹാമുമാണ്. പൗലോസും അബ്രഹാമിനെ വിശ്വാസത്താൽ നീതീകരണം സ്ഥാപിക്കാൻ തെളിയിക്കുന്നുണ്ട്. യാക്കോബും അബ്രഹാമിനെ പറ്റി പ്രവൃത്തിയോട് ബന്ധത്തിൽ തെളിയിക്കുക. അപ്പൊ എന്തായാലും 2 ലേഖനകർത്താക്കളും ഇത് 2 വിഷയം സ്ഥാപിക്കുക. അതെ, ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത്, അവര് പറയുന്നത് യാക്കോബ് ഈ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, പ്രവൃത്തിക്ക് മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നെന്ന്. രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, രക്ഷ വലിയ വിഷയമല്ല, രക്ഷയെപ്പറ്റി ഒന്നും അധികമായിട്ട് പരാമർശിക്കുന്നില്ല, പ്രവൃത്തിക്കാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നാണ് ചിലരുടെ വാദം. എന്നാൽ നിങ്ങൾക്കറിയാം, ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ രക്ഷയ്ക്ക് വളരെ പ്രാധാന്യമായി യാക്കോബ് കൊടുത്തിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്കറിയാം, 3 വിധത്തിലുള്ള രക്ഷ: ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. 3 വാക്യം വായിക്കണം.
1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യവും 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യവും. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാനും രക്ഷിപ്പാൻ. അപ്പൊ ആത്മരക്ഷയ്ക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആത്മരക്ഷ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മരക്ഷയ്ക്ക് യാക്കോബ് പ്രാധാന്യം കൊടുക്കും. ഇന്ന് രാത്രി കേൾക്കുന്നവരോട് പറയാം, ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. സങ്കീർത്തനത്തിൽ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, രക്ഷ യഹോവയ്ക്കുള്ളതാണ്. രക്ഷ പള്ളിക്കാർ കൊടുക്കുന്നതല്ല, ബെന്തിക്കോസുകാർ കൊടുക്കുന്നതുമല്ല, അച്ചമ്മാച്ചനും കപ്പിയാരും ഒന്നും കൊടുക്കുന്നതല്ല രക്ഷ. നത്തറാനും തിരുമേനിയും പാമ്പാടി തിരുമേനിയും കൊടുക്കുന്നതല്ല രക്ഷ. ദയറായിൽ നിന്ന് കിട്ടുന്നതല്ല രക്ഷ. കുമ്പനാട്ടിൽ നിന്ന് കിട്ടുന്നതും അല്ല രക്ഷ. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ? തലപ്പാടിക്കാർ കൊടുക്കുന്നതുമല്ല രക്ഷ. യഹോവയിൽ നിന്ന് വരുന്നതാണ്. ഇത് കാശ് മുടക്കി കിട്ടുന്നതല്ല, വിശ്വാസത്താൽ നേടിയെടുക്കണം. ആ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. മറ്റൊരുത്തരും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അപ്പോൾ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്ന ആത്മരക്ഷ. 5 പൈസയും കൊടുക്കണ്ട, അര കാശും ഒന്നും കൊടുക്കണ്ട, അര മൈലും നടക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എന്റെ പാപം മോചിക്കണം, യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണം, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് കർത്താവിനോട് പ്രാർത്ഥിക്കും, അവരെ യേശു ക്രിസ്തു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. അപ്പോൾ യാക്കോബ് രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക. ആത്മരക്ഷ മാത്രമല്ല, അടുത്തത് പ്രാണരക്ഷ. 5-19-20. സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും, സഹോദരന്മാരെ നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും, അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും, ഒരുവൻ തിരിച്ചു വരുത്തുകയും, വായിച്ചു കുഴപ്പമില്ല, അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്തു. അപ്പൊ സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ തെറ്റിപ്പോകുകയും, ആ തെറ്റിപ്പോകുന്നവനെ അങ്ങ് തെറ്റിപ്പോട്ടെന്നല്ല, അവനെ തിരിച്ചു വരുത്തണം. തിരിച്ചു വരുത്തണം. ഒരുവൻ തെറ്റിപ്പോയി, ഒരുവൻ പഠിച്ചുപോയി, ഒരുവൻ പാളിപ്പോയി, ഉടനെ സഭക്കാർ അടിയന്തര കമ്മിറ്റി കൂട്ടി അവനെ മുടക്കുകയല്ല. ഇപ്പൊ എല്ലാരും മുടക്കുകാരാ. സെക്രട്ടറിക്ക് ഇഷ്ടമില്ലാത്ത പുള്ളിനെ ഉടനെ പാസ്റ്ററെ കൂട്ടുപിടിച്ചങ്ങ്, ചിലടത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ട്രഷറിനും സെക്രട്ടറിക്കും ചിലരെ ഇഷ്ടമല്ല, ഉടനെ തന്നെ പാസ്റ്ററെ കൂട്ടുപിടിച്ച്, നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്, ഉടനെ അവനെ അങ്ങ് മുടക്കുക. ഞാനൊരു കാര്യം പറയാം, മുടക്കാൻ എളുപ്പമാ, ഒരുത്തനെ നേടാനാ ബുദ്ധിമുട്ട്. ആത്മാക്കളെ നേടിയിട്ടുള്ളവരോട് ചോദിക്കും, ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന്. എത്ര നാൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച്, ചിലർക്ക് വേണ്ടി ഉപവസിച്ച്. പഴയ ഭാഷയാ, ഞാനിപ്പോ അത് ഭാഷ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിലും ഭാഷയാ. ചിലർ പറഞ്ഞു കേട്ട്, ഞാൻ എൻ്റെ കുടലുണക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണ്. ചില വീട്ടിൽ ചെന്നാൽ നമ്മളെ കയറ്റുകയല്ല. പണ്ടൊക്കെ പിന്നെയും കയറാം, ഇപ്പം ഒട്ടും വലിയ ബുദ്ധിമുട്ടാ. നമ്മള് ലഘുലേറ്റം അല്ലേ? ചിലരെ ആക്ഷേപിക്കും, പരിഹസിക്കും, നിന്ദിക്കും. ചിലക്ക് നമ്മൾ റോഡ് നിൽക്കാനും ചിലർ അനുവദിക്കുകയല്ല. എന്നാ വേണ്ട എന്ന് പറഞ്ഞാൽ ഇവന്റെ വെമ്പളയ്ക്ക് ശ്രീധരൻ കിട്ടിയതാ. അല്ല, നമ്മളവിടെ ഉള്ളല്ലോ ഇത്. സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ നിന്നയും പരിഹാസവും ആക്ഷേപവും ഒക്കെ സഹിച്ച ഒരു വ്യക്തിയെ നേടുന്നത്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. പൈശാചിക ബാധയുള്ള വ്യക്തികൾ കാണും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലെടുക്കണം. ഞാൻ കേട്ടിട്ടുള്ളതാ, സിനിമാമ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നൊരു സംഭവം പെട്ടെന്ന് പറയാം. നമ്മുടെ പുതുപ്പള്ളി സഭയെ കൂടിക്കൊണ്ടിരുന്ന നടുക്കോട്ടിലെ ചിന്നമാമ മരിച്ചുപോയി. ബന്ധുക്കാർ വല്ലവരും വന്നോന്ന് അറിയത്തില്ല. ആരെങ്കിലും ഉണ്ടല്ലേ? നിങ്ങൾ കൈ പൊക്കിക്കാൻ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഓർമ്മയെ വന്നൊരു കാര്യം പറയാ. മാനസികമായി വളരെ ബുദ്ധിമുട്ടിക്കൂടി പോയ മാതാവായിരുന്നു. കേട്ടിട്ടുണ്ട്. അതിരിങ്ക ജോർജ് സാറ് പുതുപ്പള്ളി വേല ചെയ്യുന്ന സമയത്ത് വിശ്വാസത്തോടെ ആ ചരിത്രമൊന്നും ഞാൻ പറയുന്ന വീട്ടിൽ ചെന്ന് വേറെ ചില കർത്തൃദാസന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ചെന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഭ്രാന്തായിരുന്നു. ദൈവം പിടിവിച്ചു.
ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്ന്. അങ്ങനെ എത്രയെത്ര കേസുകൾ, ഓർമ്മ വന്നൊരു കേസ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ദൃഷ്ടിയിൽ, നിങ്ങളുടെ അറിവിൽ എത്രയോ കേസുകളുണ്ട്. അങ്ങനെയൊക്കെ എത്രയോ ബന്ധപ്പെട്ട ആത്മാക്കളെ നേടുന്നേ. ഉപവസിച്ചും പ്രാർത്ഥിച്ചും അങ്ങോട്ട് കൊടുത്തും ചെലവാക്കിയും ചെലവഴിച്ചും. പക്ഷെ ഒരുത്തനെ മുടക്കാൻ എളുപ്പമാ, ഒരു പ്രശ്നവുമില്ല. ഒരു ഷീറ്റ് പേപ്പർ, ഒരു പേനായും മതി, 10 പേരുടെ ഒപ്പും. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകരുത്. അപ്പൊ ആത്മാക്കളെ നേടാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പോൾ ആത്മരക്ഷ യേശുക്രിസ്തുവിൽ കൂടി. 2 പ്രാണരക്ഷ, അതാണ് 19-20 വാക്യം. ഒന്നുകൂടെ വായിച്ചോ മനെ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, അവനെ തിരിച്ചു വരുത്തണം. അവൻ അതിലെ പോട്ടെ, പണ്ടൊരാൾ പറഞ്ഞല്ലേ, പോയത് പോട്ടെ, പോരടി പാപ്പി എന്ന് പറയരുത്. അവനെ തിരിച്ചു വരുത്തണം. ഗലാത്യർ 6:1 വായിച്ചേ, ഇതിനോട് ചേർത്ത്. ഗലാത്യ ലേഖനം 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുകയും. അതാ പ്രമാണം. ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ പെടരുത്. അഥവാ പുസ്തകത്തിൽ അങ്ങനെയൊക്കെ ചില പദങ്ങളുണ്ട്. അബദ്ധവശാൽ, ചിലക്ക് പിന്നെ എന്നും അങ്ങ് അബദ്ധവാ. ഒരുവൻ അബദ്ധവശത്താൽ അല്ലെങ്കിൽ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ പോകരുത്. പോയാൽ ആത്മീകരാകുന്ന നിങ്ങൾ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അവനെ യഥാസ്ഥാനപ്പെടുത്തും. ഇതാ പ്രമാണം. അല്ലാതെ അവനെ മുടക്കാനും മുടക്കത്ത് കൊടുക്കാനും അവനെ സഭയ്ക്ക് പുറത്താക്കാനും, അവനെ പുറത്താക്കി അകത്തിരിക്കുന്നത് അതിലും വലിയ വേന്ദ്രന്മാരാ. മിണ്ടുന്നില്ല. അകത്തിരിക്കുന്നത് സ്ഥലവും സഭയും ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. പണ്ട് ഒരു സഹോദരൻ തെറ്റി, അവനെ മുടക്കാനായിട്ട് ലോക്കലിലെ ഉപദേശിക്കും വിശ്വാസികൾക്കൊന്നും പറ്റുകയില്ല. അവൻ ഇച്ചിരി മിടുക്കനാ. അപ്പൊ അവര് നാട്ടിൽ നിന്ന് പ്രഗത്ഭനായ ഒരാളിനെ തീവണ്ടി കയറ്റി കൊണ്ടുവന്നു. ടിക്കറ്റും ഒക്കെ അവരാ എടുത്തത്. ടിക്കറ്റും എടുത്ത്, കാരണം പുള്ളി ബുദ്ധിപരമായിട്ട് അവനെ മുടക്കും. അപ്പൊ ആർക്കും പ്രശ്നവുമില്ല, അവൻ അലോകി ഉണ്ടാക്കിയല്ല. പുള്ളി അത് നയപരമായിട്ട് അത്ര കൂർമ്മബുദ്ധിക്കാരനാ. പുള്ളി അതിന്റെ പരുവത്തിന് അവനെ മുടക്കും. അപ്പം എതിര് കക്ഷികളെല്ലാം കൂടെ പുള്ളിക്ക് കാശ് കൊടുത്ത് ടിക്കറ്റും ഒക്കെ എടുത്ത് തീവണ്ടി കയറ്റി പുള്ളിയെ നോർത്ത് ഇന്ത്യയിലൊരു സ്ഥലത്താ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് സഭ കൂടി. ഈ കുറ്റം ചെയ്ത വ്യക്തിയും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി. അപ്പോൾ വന്ന പുള്ളി കൂർമ്മബുദ്ധിക്കാരനായതുകൊണ്ട് പുള്ളി മുഖവരെയെല്ലാം പറഞ്ഞു. ആട്ടെ, ചില വാക്യങ്ങളൊക്കെ വായിച്ചു പറഞ്ഞു. ആട്ടെ, ഈ പറയപ്പെട്ട ആരോപണത്തിന് വിധേയനായ വ്യക്തി വന്നിട്ടുണ്ടോ? അവനെ കൈപൊക്കി. ഉണ്ട്. അപ്പം എതിർകക്ഷികളുമുണ്ട്. ആട്ടെ, നിങ്ങൾക്ക് അവനെ പറ്റി എന്തൊക്കെയാ തെളിവ് തരാനുള്ളത്? അപ്പൊ ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന കാര്യം എല്ലാം പറഞ്ഞു. വന്ന പുള്ളി ഇതെല്ലാം കേട്ടേച്ച് നിങ്ങൾ ഇരുന്നാട്ടെന്ന് പറഞ്ഞാട്ടെ, ഈ പറയപ്പെട്ട ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ നീ അംഗീകരിക്കുന്നു? ഇത് സംഭവിച്ചതാണോ? അവൻ പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. എല്ലാം ഞാൻ ചെയ്തതാ. അപ്പൊ വന്ന പുള്ളി നല്ല കൂർമ്മബുദ്ധിക്കാരനാ. അപ്പൊ അദ്ദേഹം പറഞ്ഞാട്ടെ, ആവർത്തനത്തിൽ നിന്ന് വാക്യമൊക്കെ വായിച്ചു പറഞ്ഞു, 2 പക്ഷവും കേൾക്കണമല്ലോ. നിനക്ക് ഇവരെ പറ്റി വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവന് നെല്ലിക്കാ ചാക്കിന്റെ കുത്തടിച്ചതുപോലെ ഓരോരുത്തരെയും പറ്റി കുഴഞ്ഞു. അപ്പൊ പുള്ളി ബുദ്ധിയോടെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. കാരണം ഇവർ ടിക്കറ്റ് എടുത്താ പുള്ളിയെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാണ് താമസിക്കുന്നതും ചാപ്പാടും അവരാ. അപ്പൊ പുള്ളി പറഞ്ഞു, പ്രിയ സഹോദരന്മാരെ, ഈ വിധത്തിൽ പാപം ചെയ്ത് തെറ്റ് കാട്ടിയ ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിലും സഭയുടെ ഉപദേശപ്രകാരവും വിശുദ്ധന്മാരുടെ സഭയിൽ ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മുടെ സഭയിൽ നിന്ന് കളയുകയും വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ വിധത്തിൽ ക്രമക്കേട് കാണിച്ച ഒരുത്തനെ വചനപ്രകാരവും നമ്മുടെ സഭയുടെ ഉപദേശപ്രകാരവും വിശുദ്ധന്മാരുടെ സഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മുടെ സഭയിൽ നിന്ന് ഇപ്പം
നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുത്തനെ മുടക്കാനും കളയാനും നശിപ്പിക്കാനും എളുപ്പമാ, നേടാൻ ബുദ്ധിമുട്ടാണ്. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി പോകരുത്. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ. ഇനിയും വായിച്ച 19:21. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ പ്രാണരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഒന്ന് ആത്മരക്ഷ, അതാണ് 1:21. 5-ാം അധ്യായത്തിന്റെ 19-20 പഠിക്കുമ്പോൾ പ്രാണരക്ഷയ്ക്ക് പ്രാധാന്യം അത്യാവശ്യമാണ്. ഈ ആത്മരക്ഷയും പ്രാണരക്ഷയും കൊണ്ട് ഒരുവൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ വേണ്ടത് ദേഹരക്ഷ വേണം. അതിന്റെ വാക്യമാണ് 2-ാം അധ്യായത്തിന്റെ 15-16. വായിച്ചു. 2:15 മുതൽ വായിര്. 2-ാം അധ്യായത്തിന്റെ 15 മുതൽ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും, നിങ്ങളുടെ ഇടയിലെ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ല, അവന് വസ്ത്രമില്ല, ഭക്ഷിക്കാനില്ല, പരിവകേടാ, അങ്ങനെ ഒരുത്തൻ നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ ഒന്നുകൂടെ തെളിച്ചു വായിച്ചാൽ എല്ലാവരും കേൾക്കട്ടെ, തലപ്പാടിക്കാരും മൊത്തം കേൾക്കട്ടെ, ഓൺലൈനിലുള്ളവരും കേൾക്കട്ടെ. നന്നായിട്ട് വായിക്കും മോനെ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും, നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും, വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ മാർപ്പണമില്ലാതിരിക്കുന്നോട് പറയാ പോയി തീ കാഞ്ഞോളാൻ. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാൻ, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. നീ 5 കോടിക്കും 10 കോടിക്കും വീട് പണിയുമ്പോൾ നിന്റെ കൂടെ ആരാധിക്കുന്ന ഒരു സഹോദരൻ 2 മുറി പണിത് അത് തേക്കാൻ നിർവാഹമില്ലാതെ, എന്റെ ഭാഷ പറഞ്ഞ പരുക്കനിടാൻ കഴിവില്ലാതെ, ഒരു കറക് വെക്കാൻ കഴിവില്ലാതെ ഞരങ്ങുക. ഞാൻ നിങ്ങൾ ഞായറാഴ്ച എഴുന്നിട്ട് നല്ല സാക്ഷി വെക്കാറ്. ഹല്ലേലൂയ, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല, ദൈവം എനിക്ക് അതൊക്കെ എതിർക്കുന്നില്ല, ദൈവം തന്നതാ. ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം, തേക്കിന്റെ കഥ വെക്കണോ ഈട്ടിയുടെ വെക്കണോ എന്നുള്ളൊരു സംശയത്തിലാണ്. ഇങ്ങനെ രണ്ടിനാ ഞാൻ. അന്നേരം മറ്റവന് പഞ്ഞിപ്പലക കൊണ്ടൊരു കഥ ഉണ്ടാക്കാൻ നിർവാഹമില്ലാതെ അവൻ കടന്ന് പഞ്ഞിപ്പലക കണ്ടിട്ടില്ലേ? പഞ്ഞി. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. രാജസ്ഥാൻ മാർബിൾ വേണോ അതോ ഇറ്റാലിയൻ വേണോ എന്ന് 2 തർക്കമായിട്ട് വീട്ടിൽ നിൽക്കുന്നു. വളരെ ടെൻഷനാ. പ്രാർത്ഥിക്കണം. ഇറ്റാലിയൻ വേണോ? എന്നാലും അവന്റെ 2 ചാക്ക് മെറ്റിലും ഇച്ചിരി മണ്ണും, ഇപ്പൊ മണലല്ല, വേറെ കുന്തമാന്തല്ല, എല്ലാം എംസാൻഡ്. അവൻ അതിച്ചിര കിട്ടിയാന്ന് ഓർത്ത് ഞരങ്ങുക. ബന്ധുക്കോസുകാർ കമ്മലുമാലയൊന്നും വിടുന്നില്ല കല്യാണത്തിന്. വളരെ നല്ലതാ. പക്ഷെ ഉടുക്കുന്ന സാരിയും ധരിക്കുന്ന വസ്ത്രമൊക്കെ 50,000-ന്റെ 75,000-ന്റെ ഒക്കെയാ. എന്നിട്ടും അങ്ങോട്ട് ബോധിക്കുന്നുമില്ല പലതിനും. കിളിക്കാനല്ല പറഞ്ഞത്, ഗുണപ്പെടാൻ പറഞ്ഞതാ. നീ 50,000-ന്റെ 60,000-ന്റെ സാരി അല്ലെ സൂട്ടും കോട്ടും, അതിന് ഞാൻ എതിരല്ല, മേടിച്ചോ. പക്ഷേ ഇത് ധരിക്കുമ്പോൾ, ഇത് ഉടുക്കുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു സഹോദരി, ഒരു സഹോദരൻ, അതോടൊക്കെ നോർക്കണേ. അല്ല കണ്ണടച്ച് കൈയടിച്ചേച്ച് പോയാൽ കാര്യം നടക്കുകയല്ല. സ്തോത്രം. എന്നാണോ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. ദൈവത്തിന്റെ മഹത്വം. അവരെ കൂടെ ഒന്ന് ഓർക്കണമെന്ന്. അഗോവൃത്തിക്ക് വകയില്ലാതെ അഗോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും. അവനെങ്ങനെ സമാധാനം വരാനാ? കൊടുക്കാൻ തുണിയില്ല, അഗോവൃത്തിക്കും വകയില്ല, എങ്ങനെ സമാധാനം? നമ്മൾ പറയാ സമാധാനത്തോടെ തീ കാഞ്ഞു. അടുത്തത് വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. അപ്പോൾ ദേഹരക്ഷ അതും യാക്കോബ് തെളിയിക്കുക.
ഞാൻ ദൈവകുഞ്ഞുങ്ങളോട് പറയാം, കൂടെ ആരാധിക്കുന്ന സഹോദരിയെയും കുഞ്ഞുങ്ങളെയും സഹോദരനെയൊക്കെ ഒന്ന് കാണണേ. അവർക്ക് നല്ല വസ്ത്രം, യോഗ്യമായ വസ്ത്രമില്ലെങ്കിൽ നിനക്ക് സാവകാശവും സാഹചര്യവും ഉണ്ടെങ്കിൽ കൊടുക്കണേ. പഴയത് കൊടുക്കുകയും ചെയ്യരുതേ. ഉടുത്ത് പഴകിയതും തട്ടിക്കേറിയതും ഉറുമ്പരിച്ചതും ഇഷ്ടപ്പെടാത്തതും അല്ല കൊടുക്കേണ്ടത്, നല്ലതാ കൊടുക്കേണ്ടത്. ഉള്ള ഉണർവും പോയെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ തുടർന്നും വലിയ ഉണർവ് ഉണ്ടാകത്തില്ലെന്നും എനിക്കറിയാം. എങ്കിലും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ചില കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് പോവുകയും ചെയ്യാം. ഒന്ന് ഓർക്കണം. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 വിധത്തിലെ രക്ഷയെപ്പറ്റിയും യാക്കോബ് തന്റെ ലേഖനത്തിൽ പ്രസ്താവിക്കുക. 2, 4, 5 ഏക്കറും വസ്തുവുള്ള പെന്തിക്കോസുകാരുണ്ടേ. നിന്റെ കൂടെ ആരാധിക്കുന്ന സഹോദരന് 1 സെന്റ് ഭൂമി ഇല്ലാതെ ഭാരപ്പെടുന്നവര് കാണും. ഒത്തിരി ഒന്നും കൊടുക്കണ്ട, 5 സെന്റ് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേരിപ്പം പറയാൻ തുനിയുന്നില്ല. അങ്ങനെയൊക്കെ കൊടുത്തവരുണ്ട്. ഇതൊക്കെ കൊടുത്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, ചിലര് വിഷമിക്കുന്നതായിട്ട് എനിക്കിവിടെ നിന്നാ കാണാം, മനസ്സിലാകുന്നുണ്ട്. ചിലക്ക് ഇപ്പൊ എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്നുണ്ട്. പോകാത്തത് എന്നാന്ന് ചോദിച്ചാൽ അയാൾ ബോധമില്ലാത്തനാ വല്ലതും വിളിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ ഒളയിൽ നാണക്കേടാ. നിങ്ങൾ അങ്ങനെ അതും എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പൊ ഒരു കാര്യം പറയാം, ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 രക്ഷയെ പറ്റിയും യാക്കോബ് തന്റെ ലേഖനത്തിൽ പ്രസ്താവിക്കുക. ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് ഇതിന് 3നും പ്രാധാന്യമാ. ഇതിലേറ്റവും പ്രധാനം ആത്മരക്ഷയാ. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം. അതെ, ഈ യാക്കോബിന്റെ ലേഖനത്തിലെ 5 അധ്യായങ്ങളുണ്ട്. ഈ 5 അധ്യായത്തിലും ഓടിച്ചൊന്ന് പോയാൽ 5 വിഷയങ്ങളാണ് പ്രധാനമായിട്ട്. ഒത്തിരി വിഷയമുണ്ട് നമ്മളോട് ബന്ധപ്പെട്ട്. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നല്, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 5 വാക്യം വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുമ്പേ വായിച്ച വാക്യവും, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും ക്രമത്താലെ വായിച്ചാട്ട് 1-ന്റെ 12, 2-ന്റെ 14, 3-ന്റെ 5, 4-ന്റെ 7, 5-ന്റെ 7. വായിര്, ഞാൻ വെള്ളം കുടിക്കാം. വായിര്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അവരുടെ പരീക്ഷയെ സംബന്ധിച്ച് ഇനി 2-ന്റെ 14 വായിര കണ്ണിക്ക് തുടങ്ങുന്നത്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്ത. അപ്പൊ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്ന 3-ന്റെ 5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയും. അപ്പോൾ നാവിന് നിയന്ത്രണം. ഇത് ഈ 4-ാം അധ്യായത്തിന്റെ കുറുവാക്യം മുമ്പേ വായിച്ച 7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ഈ 5-ന്റെ 7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. യേശുവിന്റെ പ്രത്യക്ഷത. അപ്പോൾ ഓരോ അധ്യായത്തിലും പ്രധാനമായിട്ട് ഓരോ വിഷയങ്ങള് യാക്കോബ് തെളിയിക്കുക. ഇടയ്ക്ക് 1-2 കാര്യം കയറി പറയാം. യാക്കോബിന്റെ ലേഖനം വളരെ ഈടുറ്റ ഒരു ലേഖനമാണ്, നല്ല ലേഖനമാണ്. പ്രവർത്തിക്കാവ് ഊന്നൽ കൊടുത്തേക്കുന്നത്. ഈ യാക്കോബ് 1-ാം അധ്യായത്തിന്റെ 1 വായിച്ചു. 1-ന്റെ 1. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. അപ്പൊ യാക്കോബ് ആരാണ്? യേശുക്രിസ്തുവിന്റെ ആരാ യാക്കോബ്? ദാസൻ. ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ്. എന്നാൽ ചരിത്രവും മറ്റു കാര്യങ്ങളും പഠിക്കുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്. ക്ലിയറായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യാക്കോബ് എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നാണ്, ജനനം 2 വിധത്തില യേശുവിന്റെ ജനനം. അമ്മ ഒന്നാണ്, വചനം ജഡമായി തീർന്നതാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെയാ ക്രിസ്തുവിന്റെ ജനനം. എന്നാൽ യാക്കോബിന്റെ ജനനം അങ്ങനല്ല. വചനം ജഡമായി തീർന്നതല്ല, സ്വാഭാവിക ജനനമാണ്. യേശുക്രിസ്തുവിന്റെ തിരുജനനം അവൻ തിരുവെടുത്ത് പറഞ്ഞതുപോലുള്ള ജനനമാണ്.
അതെ. അപ്പൊ അമ്മ ഒന്നാ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അമ്മ നിത്യ കന്യകയല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ആചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാര് ലോകത്തിലുണ്ട്. എന്നാൽ വചനത്തെ ഭയപ്പെടുന്നവരും വചനത്തിൽ വിശ്വസിക്കുന്നവരും വചനമനുസരിക്കുന്നവരും വചനത്തെ അവൻ അംഗീകരിക്കുന്നവര് മറിയമെന്ന് പറയുന്ന മാന്യ വനിത, ആ മഹതി നിത്യകന്യകയല്ല. കാരണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മ വീണ്ടും മക്കളെ പ്രസവിച്ചു. അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായിരുന്നു, ആ പിള്ളേരും പെൺപിള്ളേരും ഉണ്ടായിരുന്നു. ഒരു വാക്യം വായിച്ചു. ഇതെല്ലാം അറിവുള്ള വാക്യമാ, നിങ്ങൾക്കിതെല്ലാം അറിയാം, എങ്കിലും ഒന്ന് വായിപ്പിക്കുക. 6:3 വായിച്ചേ. മർക്കോസ് 6:3 പെട്ടെന്ന്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അപ്പൊ ഈ വാക്യമൊക്കെ ഇങ്ങനെ ക്ലിപ്തമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ട് അമ്മ നിത്യകന്യകയല്ല. അമ്മയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത കാര്യം എന്തിനാ പറയാന്നേ? ഉള്ളത് പറഞ്ഞാ പോരെ. അമ്മയോട് ഞാൻ പറയും, ഈ യേശുവിന്റെ അമ്മ മറിയെ പോലൊരു അമ്മ വേറെ ഇല്ലെന്നുള്ളതായ എൻ്റെ വാദം. നല്ലൊരു അമ്മയാണ്. അതെ, വിവരമുള്ള അമ്മ, ബോധമുള്ള അമ്മ, പരിജ്ഞാനമുള്ള അമ്മ, വകതിരിവുള്ള അമ്മ, നല്ലൊരമ്മയാണ്. നല്ലൊരമ്മയാണ്. ഇങ്ങനെയുള്ളൊരമ്മയെ കണ്ടു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അമ്മയാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് നടപ്പുണ്ട്. അമ്മ അമ്മ എന്റെ അമ്മേ. അതെ, യേശുക്രിസ്തുവിന്റെ അമ്മ ഇതുപോലെ നല്ലൊരമ്മ. പക്ഷെ അമ്മ നിത്യകന്യകയല്ല. ക്രിസ്തുവേശുവിനെ പ്രസവിച്ച അനന്തരം വീണ്ടും മക്കളെ പ്രസവിച്ചു. അതുകൊണ്ടല്ലോ വ്യക്തമായിട്ട് വാക്യം. അതുകൊണ്ടാണല്ലോ അവിടുത്തെ തിരുജനനത്തോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പദപ്രയോഗം ഇങ്ങനെ, ആദിജാതനെ പ്രസവിച്ചെന്ന. അപ്പൊ അതിന്റെ അർത്ഥം വേറെ ജാതന്മാര് ഉണ്ടായെന്ന. ഇത് ആദിജാതൻ, പുറകെ വേറെ ഉണ്ട്. യാക്കോബിനെ പറ്റി പറയുന്നത് യേശുക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബ് എന്ന വേറൊരു വാക്യമുണ്ട്. യേശുവിന്റെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, സഹോദരൻ യാക്കോബ്. കാരണം ഈ ശൗല് രക്ഷിക്കപ്പെട്ടു ഡമസ്കസിന്റെ പടിക്ക വെച്ച. ഈ മാർഗക്കാരാകുന്ന ആൾക്കാരെ കണ്ട കൊല്ലാൻ യെരൂശലേമിൽ ചെന്ന് മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങി വാഹനമൃഗത്തിന്റെ പുറത്ത് വാശിയോടെ, എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ എരിവോടെ വരിക, വീട് കയറി ഉപദ്രവിക്കുക. 8-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കൊന്നത് ശൗലിന് സമ്മതമായി. കൊല്ലാൻ പോയ ആൾക്കാരുടെ വസ്ത്രമല്ല പുള്ളി സൂക്ഷിച്ചത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ പുള്ളി ബലേവേഷ് പറഞ്ഞ ആളാണ്. വളരെ താല്പര്യമാണ് യഹൂദ മതത്തിന്റെ എരിവ്. ഈ മതഭ്രാന്തി കയറി, മതത്തിന്റെ ഈ എരിവ് കയറി യെരൂശലേമിൽ ചെന്ന് അധികാരപത്രം വാങ്ങി വരുന്ന അളവിലാണ് ഡമസ്കസിന്റെ പടിക്ക് വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞ പ്രകാശം. നിങ്ങൾക്കറിയാം, ഈ പ്രകാശം ഉണ്ടായി താഴെ വീണു. താഴെ പോയി കണ്ണും കാണാൻ പാടില്ല. ചോദിച്ചു ആരാന്ന്. അപ്പൊ തിരുശബ്ദം, നീ ഉപദ്രവിക്കുന്ന നസറയനായ യേശുവാ ഞാൻ. ദൈവത്തിന്റെ മഹത്വം വിവരിക്കുന്നില്ല. യേശുവിനെ കണ്ട കാര്യം അഗ്രിപ്പാവിനോടും പിന്നത്തേതിൽ പ്രസ്താവിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, സ്തോത്രം, ഞാന് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞ ഒരു വലിയ പ്രകാശം. അത് പിന്നീട് കൊരിന്ത്യലേഖനത്തിൽ വരുമ്പോൾ അത് തെളിയിച്ചു കൊടുത്തു. ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അപ്പൊ ശ്രദ്ധിക്കുക, യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടതിന് ശേഷം അദ്ദേഹം ഡമസ്കസിലുള്ള ശിഷ്യന്മാരുമായിട്ട് കുറച്ച് നാള് താമസിച്ചു. 9-ാം അധ്യായത്തിന്റെ 19 തോന്നുന്നു, അപ്പോസ്തല പ്രവൃത്തി 9:19 തോന്നുന്നു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ഡമസ്കസിലുള്ള ശിഷ്യന്മാരുമായിട്ട് കുറച്ച് നാള് അവൻ അവിടെ പാർത്തുന്നൊരു വാക്യമുണ്ട്. 9:2 ഈ ഭാഗം ഇത് വായിച്ചു. എന്റെ ചൂണ്ടുപരലിക്കുന്നിടത്ത് വായിച്ചു. അവിടെ തന്നെ വായിച്ചു. അവൻ ഡമസ്കസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ. അതല്ലേ? അത് തന്നെ. അവൻ
ഡെമസ്കസിലുള്ള ശിഷ്യന്മാരുമായി കുറെ നാൾ പാർത്തു. ശൗല് ഇതൊന്ന് വായിച്ചേ, ഈ 4-ാം വാക്യം. ചിതറിപ്പോയവർ വചനം ഇവിടെയാ, ഏറ്റവും മുകളിലോ, അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ശൗൽ എന്ന് പറയുന്ന യൗവനക്കാരൻ വീടുകൾ മുഴുവൻ കയറി പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഈ മാർഗക്കാരെ മുഴുവൻ പിടിച്ചു വലിച്ചണച്ച് ഉപദ്രവിക്കുക. അത് 8-ാം അധ്യായത്തിന്റെ എത്രാം വാക്യമാണ്? 4 അല്ലേ? 3-4 വാക്യം. 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ ഈ മാർഗക്കാരെ കണ്ടാൽ കൊല്ലാൻ വ്യഗ്രത പൂണ്ട് ഇവരുടെ വീടുകൾ കയറി ഭവനവേദനമാ, അതിനാ കേസ് എടുക്കണ്ടേ, പിടിച്ച് വലിച്ച് എടച്ച് തടവിലേൽപ്പിക്കുക ഈ മാർഗക്കാരെ. പക്ഷേ 9-ാം അധ്യായത്തിൽ ഡെമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പം മാറി, വ്യത്യാസമായി. 19-ാമത്തെ വാക്യത്തിൽ ഇവിടെ വായിക്കുന്നത് അവൻ ഈ മാർഗക്കാരായിട്ട് വായിച്ചേ, അവൻ ശിഷ്യന്മാരുടെ കൂടെ, വായിച്ച മോനെ, അവൻ ഡെമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറെ നാൾ പാർത്തു. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ ഈ മാർഗക്കാരുടെ കൂടെ പാർക്കാൻ തുടങ്ങി. അതാ ക്രിസ്തു മാർഗത്തിന്റെ വിശേഷത. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ ഇപ്പൊ താണ്ട് അവരുടെ കൂടെ. പണ്ട് പെന്തിക്കോസ് ഇച്ചിച്ചിയാന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പം അല്ലേ, പണ്ട് കമ്മൽമാല ഊരി നടക്കുക. ഇപ്പൊ താണ്ടെ മത്തി വെട്ടി കഴിയ പോലെ. പണ്ട് മീശയില്ലെങ്കിൽ പറഞ്ഞ ആണല്ലെന്നാ. ഇപ്പൊ താണ്ട കരിക്കിന്റെ മോന്ത് ചെത്തിയ പോലെ. നമുക്ക് ഇച്ചിരി ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം ഇച്ചിരി കഴിയട്ടെ, ഞാൻ പറയാം. അപ്പൊ ഇപ്പം അത് അതിന്റെ പരിവർത്തനായി. ഒരു കാലത്ത് നമുക്ക് വളരെ എതിരായിരുന്നു. പണ്ട് ഹല്ലേലൂയായി സ്തോത്രം പറയുന്നവരെ കളിയാക്കുമായിരുന്നു. ഇപ്പൊ തച്ചി നിന്നങ്ങ് പറയാം അത് മറുഭാഷയാണ്. ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന കണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവൻ ഡെമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ സ്വഭാവം മാറി ഈ മാർഗക്കാരുടെ കൂടെ പാർക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നാൾ പാർത്തെങ്കിലും ഇദ്ദേഹം പിന്നീട് നേരെ അറബിയിലേക്ക് പോയി. അറബിയിൽ പോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അതാ കൊരിന്ത്യർ 11:23 തിരുമേശയ്ക്കൊക്കെ നമ്മൾ വായിക്കുമല്ലോ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ യെരൂശലേമിലോട്ടൊന്നും അങ്ങനെ പോയില്ല. യെരൂശലേമിൽ വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊരു പ്രമാണിയെടുക്ക പോയുമില്ല, ഒരു പ്രമാണി എന്നെ ഒന്നും ഗ്രഹിപ്പിച്ചും തന്നില്ല. ഞാൻ നേരെ അറബിയിലേക്ക് പോയി യേശുവിന്റെ കയ്യിൽ നിന്ന്, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു. ഇങ്ങനെ പ്രാപിച്ച പൗലോസ് അല്ലെങ്കിൽ ശൗൽ തിരിച്ച് യെരൂശലേമിൽ വന്നു. കേഫാവിന് മുഖപരിചയം ഉണ്ടെന്ന് കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞ് യെരൂശലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് അപ്പോസ്തലന്മാരെ ഒന്നും കണ്ടില്ല. പിന്നെ ആകെ കൂടെ കണ്ടത്, അത് പറയാനാ ഇത്രയും ഞാൻ പറഞ്ഞേ, ഇങ്ങനെ എടുത്തിങ്ങനെ യേശുവിന്റെ സഹോദരനാകുന്ന യാക്കോബ്. ഗലാത്യ ലേഖനം 1:19 വായിച്ചേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. 3 ആണ്ട് കഴിഞ്ഞു വായിക്കും. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ, ആ കണ്ണിക തുടങ്ങുന്നത് പോലെ വായിരേ. 3 ആണ്ട് കഴിഞ്ഞിട്ട്, എത്രാം വാക്യമാ? 18 മുതൽ വായിര. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. 15 മാസം അവന്റെ കൂടെ പാർത്തു. അടുത്തത്, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ, കർത്താവിന്റെ സഹോദരൻ യാക്കോബ്. അതുകൊണ്ടാ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ അമ്മ നിത്യകന്യകയല്ല.
മർക്കോസ് 6:3 മക്കളുടെ പേര് പറഞ്ഞു. ഇവിടെ ഒന്നുകൂടെ അരക്കെട്ട് തെളിയിച്ചിരിക്കുക, യേശുവിന്റെ സഹോദരനായ യാക്കോബ്. ഈ യാക്കോബ് ആണ് ഈ ലേഖനം എഴുതിയത്. പക്ഷെ ലേഖനം എഴുതിയപ്പോൾ യാക്കോബിന്റെ മനോഗുണം നോക്കിയേ, എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? വായിച്ചേ മോനെ, യാക്കോബ് 1:1. കർത്താവിന്റെ സഹോദരൻ യാക്കോബാ, പക്ഷെ ലേഖനം എഴുതിയപ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയത് എങ്ങനെ? വായിൽ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്. കണ്ടോ മനോഗുണം കണ്ടോ? യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ്. ഞാനോ നിങ്ങളോ എഴുതുകാരനെ എങ്ങനെ ആയിരിക്കും നമ്മളെ പരിചയപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തേലും ഒന്ന് പറ. ഞാനോ നിങ്ങളോ ഈ ലേഖനം എഴുതുകാരനെ യാക്കോബിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു എങ്ങനെ ആയിരിക്കും പരിചയപ്പെടുത്തുന്നത്? ദൈവം, ഞാൻ എഴുതുകാരനെങ്കിൽ മിക്കവാറും ഇങ്ങനെ എഴുതാനാ സാധ്യത. ദൈവത്തിന്റെ അനിയനായ യാക്കോബ്. കാരണം യേശു ദൈവമാണ്. തീത്തോസ് കൊടുത്തിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. അപ്പൊ അങ്ങനെ വെച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ വേണം എഴുതും, ദൈവത്തിന്റെ അനിയനായ യാക്കോബ്. അങ്ങനെ എഴുതണ്ട. പക്ഷെ യാക്കോബിന്റെ മനോഗതി നിങ്ങൾ നോക്കിയ മനോഗുണം നോക്കിയേ, യേശുക്രിസ്തുവിന്റെ ദാസൻ. ഇനി വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവിന്റെ ഈ സഹോദരന്മാരാരും യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ യേശുവിൽ വിശ്വസിച്ചില്ല. അതിന് കാരണം, ഒരു വീട്ടിലാ പാർക്കുന്ന, ഒരു പാത്രത്തിൽ കടിക്കുന്നു, നാടൻ രീതി പറയുക, ഒരു വായിൽ കിടന്നുറങ്ങുന്നു, ഒരു വീട്ടിൽ പാർക്കുന്നു, ചിരിച്ചും രസിച്ചും ജീവിക്കുക. അതുകൊണ്ട് ഇവരാരും, സഹോദരന്മാരാരും യേശുവിൽ വിശ്വസിച്ചില്ല. യേശു ദൈവമാണെന്നും വിശ്വസിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3-4 മുതൽ വായിച്ചേ. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ ഇവരാരും വിശ്വസിച്ചില്ല. ഒരു വീട്ടിലാ ജീവിക്കുന്നത്, ഒന്നിച്ചാ പാർക്കുന്നത്. എന്റെ ഭാഷയാണ്. ഒരു പാത്രത്തിൽ കടിക്കുന്നു, ഒന്നിച്ച് കിടന്നുറങ്ങുന്നു ഒരു വീട്ടിൽ. അതുകൊണ്ട് ഇവരാരും യേശുവിൽ വിശ്വസിച്ചില്ല. യേശു ദൈവമാണെന്നും വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നുമില്ല. നമ്മുടെ അമ്മ പ്രസവിച്ചു, ഇനിയപ്പോ അമ്മ എങ്ങനെ പ്രസവിച്ചെന്നൊന്നും നമ്മളിപ്പം ചകയാനൊന്നും. നമ്മുടെ അമ്മയല്ലേ, നമ്മളെ ചകയാൻ പോയ അമ്മയ്ക്ക് പിന്നെ അവര് പറഞ്ഞെന്നല്ല, നമ്മളതിനപ്പുറം പറഞ്ഞു വെച്ചിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ സഹോദരന്മാരാരും യേശുവിൽ വിശ്വസിച്ചില്ല. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു പൗലോസ് തെളിയിച്ചതുപോലെ തിരുവെഴുത്തിൻ പ്രകാരം അവിടുന്ന് ജനിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജീവിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുത്തെ അടക്കി, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ യേശു ഉയർത്തു, തന്റെ ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ വിഷയം തെളിയിക്കാൻ വേണ്ടി ആദ്യം കേഫാവിനെന്നാ കൊടുത്തേക്കുന്നത്. പക്ഷെ ആദ്യം മറിയയ്ക്കാ പ്രത്യക്ഷപ്പെട്ടെ. പക്ഷെ ഒരു വിഷയം തെളിയിക്കാൻ വേണ്ടി പൗലോസ് അവിടെ കേഫാവെന്നാ കൊടുത്തിരിക്കുന്നത്. 3-ാം വാക്യം മുതൽ വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചോ. ഇനി എല്ലാം വായിച്ചു, പിന്നെ സമയം പോകുന്നു. വായിക്കല്ലേ? 15-4. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന് 4-ാം വാക്യം വലത്ത് വശത്താണ്ടാണ് ഇത് താഴെ. തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും 3 മുതൽ വായിച്ചേ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. പിന്നെ എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ആയിക്കോട്ടെ, വായിച്ചു കൊടുത്തത്. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി.
500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവര് മിക്കവാറും ഇന്നുവരെ ജീവനോട് ഇരിക്കുന്നു. അടുത്തത്, ചിലരോ ദേഹോപരം നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അവിടുത്തെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? മേദ്യനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയദിനം മോദി. മേദ്യനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയദിനം മോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത സ്വർലോകരാജൻ, 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 സ്വർലോകരാജൻ. അതിശയമേ മേരിയിൽ ഉരുവായി മഹിമയെ വീണ്ടവനെ. അതിശയമേ മേരിയിൽ ഉരുവായി മഹിമയെ വീണ്ടവനെ. സ്വർലോകരാജൻ, സ്വർലോകരാജൻ, സ്വർലോകരാജൻ. നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്ന് ഞാൻ കൂടെയുണ്ട്. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്ന് ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ, 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 സ്വർലോകരാജൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം കേമാവിന് പ്രത്യക്ഷപ്പെട്ടു, 10 ശിഷ്യന്മാർക്ക് 12 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതെല്ലാം 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുകയാ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടെന്ന്. അങ്ങനെ ഒരു പദമുണ്ട്, മുമ്പേ വായിച്ചല്ലോ. അനന്തരം അവൻ യാക്കോബിനും പിന്നെ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ ഇവരാരും യേശുവിൽ വിശ്വസിച്ചവരല്ല. അമ്മ പ്രസവിച്ചത് അർത്ഥ സഹോദരനാണെന്ന് മനസ്സിലായി. പക്ഷേ ഉയർത്ത ക്രിസ്തു യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഭാഷ കളി മാറി. യാക്കോബ് വന്ന് യോസയോടും യൂദായോടും ശിമോനോടും പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ദൈവമാ, എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് സത്യദൈവമാ, അവിടുന്ന് നിത്യദൈവമാ, അവിടുന്ന് ഏക ദൈവമാ, അവിടുന്ന് സാക്ഷാൽ ദൈവമാ, എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഈ ദിവസങ്ങളിൽ മിക്ക ഇടങ്ങളിലും പറയാറുണ്ട്, എന്റെ പ്രിയരെ സ്തോത്രം, യേശു ക്രിസ്തു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ പലർക്കും. ജനപ്രതിനിധികൾക്കൊക്കെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. എന്റെ ആഗ്രഹമാകട്ടെ, എന്റെ ആഗ്രഹം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. MLA-മാർക്കും MP-മാർക്കും എല്ലാം യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവർക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. പ്രതിപക്ഷ നേതാക്കന്മാർക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. വ്യോമസേനയിലും കരസേനയിലും നാവികസേനയിലും ഒക്കെ ഉന്നത അധികാരത്തിലിരിക്കുന്നവർക്കൊക്കെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ഇങ്ങോട്ട് ഇപ്പോൾ നടക്കുകയാണെന്ന് ഓർത്താ ഒരാമേനെങ്കിലും പറയണ്ടേ? ഇരിക്കുക, കുത്തിയിരിക്കുക. യേശു പ്രത്യക്ഷപ്പെടുമെന്ന് ഈ പറഞ്ഞവർക്കെല്ലാം യേശു പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇവർക്കും പ്രത്യക്ഷപ്പെടും.
സാധു സുന്ദർ സിംഗിന് മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്, നിനക്കും പ്രത്യക്ഷപ്പെടും. കർത്താവ് ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി, കളി മാറുമെന്നായി പറഞ്ഞത്. സ്ഥിതി മാറും. ദൈവത്തിന് മഹത്വം. നിന്റെ അയലത്തുള്ളവർക്ക് യേശു പ്രത്യക്ഷപ്പെടട്ടെ. കുടുംബത്തിൽപ്പെട്ടവർക്ക്, ചാർച്ചയിൽപ്പെട്ടവർക്ക്, ദേശവാസികൾക്ക്, ഇന്ന് രാത്രിയോടെ വന്നിരിക്കുന്നവർക്കൊക്കെ യേശു ക്രിസ്തു വന്ന് പ്രത്യക്ഷപ്പെടട്ടെ. അവിടുത്തെ പ്രത്യക്ഷത കണ്ടു കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസമല്ലേ? ഈ ഓരോരുത്തർ വഴി നടന്നു പോയപ്പോ വയലിൽ നിധി ഇരിക്കുന്ന കണ്ടു. നിധി കണ്ടു. നിധി കണ്ടപ്പോ അവന് നെഞ്ചുവേദന വന്നെന്നാണോ? പിന്നെ നിധി കണ്ടപ്പോ അവൻ എന്തോ പറ്റി മോനെ? ചോദിച്ചാൽ നാളെ വന്നില്ല അല്ലേ? അനാവശ്യമൊന്നും ചോദിച്ചാൽ കാര്യമല്ലേ? അവന് നിധി കണ്ടു കഴിഞ്ഞപ്പം നെഞ്ചുവേദന വന്നെന്നല്ല, അവിടെ ഒരു പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷിച്ചു. തിരിച്ച് വീട്ടിലോട്ട് വന്ന് എന്റെ ഭാഷയിലാ ഉണ്ടായിരുന്നതല്ല, അന്നേരം വിറ്റു. വിറ്റു പോയി ആ നിധി ഇരുന്ന സ്ഥലം, എന്റെ ഭാഷ പറഞ്ഞ നിധി കണ്ടു കഴിഞ്ഞപ്പോൾ മട്ടുമാറി. അവൻ ഇവിടെ വന്ന് കിട്ടിയ വിലക്ക് വിറ്റു. ബാർഗെയിൻ ചെയ്തില്ലെന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. ഞാൻ നിങ്ങൾ വന്ന് വിൽക്കും, പക്ഷെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് നിൽക്കിച്ചൂടാ, തരാമോ നോക്ക്, ഞാൻ വെയിറ്റ് ചെയ്യാം. അവൻ വെയിറ്റ് ചെയ്തില്ല, അന്നേരം അത് വിറ്റേച്ച് ആ നല്ല ഉപനിധിയെ. ആട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് മഹത്വം. യാക്കോബിന് യേശു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ കളി മാറി. യാക്കോബ് എന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാന്ന് പറഞ്ഞു. ഈ യാക്കോബാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആട്ടെ, യാക്കോബിനെ കൊണ്ട് അങ്ങനെ കാര്യങ്ങൾ തീർത്തെഴുതിപ്പിച്ചു. ഓർപ്പിച്ചല്ലോ. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ 5 അധ്യായത്തിൽ പ്രധാനമായിട്ട് 5 വിഷയം. അതാ മുമ്പേ വായിച്ച വാക്യം. 1-ാം അധ്യായത്തിൽ പരീക്ഷ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ചിന്തിക്കാം. 1-ാം അധ്യായത്തിലെ വിഷയം ആമേ പരീക്ഷയെ സംബന്ധിച്ച 1:12. ദൈവദാസനെ ഒന്നുകൂടെ വായിച്ചോ. 1:12 വായിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ഒരു കാര്യം ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവകുഞ്ഞുങ്ങളോട് പറയാ, പരീക്ഷകൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാനും വരാതിരിക്കാനുമല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ സഹിക്കണം. അതെന്തിനാ പരീക്ഷ സഹിക്കുന്നത്? പരീക്ഷ കഴിയുമ്പോഴാ നീ എങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത്. പരീക്ഷകളിൽ കൂടി കടന്നു പോകുമ്പോഴാ നീ ശരിയാണോ, അവൻ തെറ്റാണോ, ദൈവഭക്തനാണോ, അവൻ ഭക്തനാണോ, അഭക്തനാണോ, ദൈവകൃപയുണ്ടോ എന്നൊക്കെ തെളിഞ്ഞു വരുന്നത് പരീക്ഷയിൽ കൂടി പോകുമ്പോഴാണ്. ഒരു കുഴപ്പമില്ലാത്തവർക്ക് നമുക്ക് അദ്വൈതമൊക്കെ പറയാം, വകുപ്പൊക്കെ പറയാം. ഇപ്പൊ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, വിശ്വാസിയോട് പറയാം യേശു സൗഖ്യമാക്കും. ഇന്ന് രാത്രി റൈറ്റ് നൗ അങ്ങനെയൊക്കെ ചാടുന്ന ആൾക്കാരുണ്ട്. പെമ്പിളക്ക് അസുഖം വന്നപ്പോഴോ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ഞാൻ പൊതുവിലൊരു അഭിപ്രായം പറഞ്ഞതാ. പാവം പിടിച്ച മേരിയൻ തങ്കയെല്ലാം നമുക്ക് ഇളക്കാം. പാവം പിടിച്ച തങ്ക ഉടനെ ഓരോ എല്ലായിട്ട് ഇളക്കി കൂറി, ഇത് നല്ലതാ. നമ്മൾ പറയത്തില്ല വലിയ സാന്നിധ്യമായിരുന്നു പാവത്തങ്ങളായിട്ട്, അല്ല നല്ലതാ. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തെളിയിച്ചു കൊടുക്കണം. സ്തോത്രം. എല്ലാ വിഷയം ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വിശ്വാസിയോട് പറയാം സ്തോത്രം, ആരോട് പിണങ്ങരുത്, സ്നേഹിക്കണം. പറയുന്ന പുള്ളി അപ്പുറത്തുകാരുമായിട്ട് മിണ്ടിയിട്ട് എത്ര വർഷമായി? വർഷങ്ങളെന്നേ പറഞ്ഞോളൂ, എത്ര വർഷമായി കൂടെ പറയണം. ദൈവത്തിന് മഹത്വം. പ്രസംഗിക്കുമ്പോൾ നമുക്ക് പറയാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഉച്ച കഴിഞ്ഞ് ഞങ്ങള് പഞ്ചായത്ത് മെമ്പറേയും MLA ഒന്ന് കാണാൻ പോകുന്നുണ്ടെന്ന്. 12:30 വരെ പ്രസംഗിച്ച എന്നെ എല്ലാവർക്കും ഒരു പരിവക്കേട് പോലിരിക്കുന്നത്. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി പറയുക, ജീവിതത്തിൽ തെളിയിച്ചങ്ങോട്ട് കൊടുക്കണം, തെളിയിച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇതൊന്നും തൃപ്തി വരികയല്ലെന്ന് എനിക്കറിയാം. പാവം പിടിച്ച വിശ്വാസികള്
ഇപ്പം തുറന്നങ്ങ് പറയും എന്താ എല്ലാം പ്രശ്നം, അതുകൊണ്ട് ഇനിയിപ്പം മൂടി വെച്ചിട്ട് വലിയ കാര്യമൊന്നും, വലിയ കാശും പുത്തനും ചുമതലയൊന്നും ഇല്ലാത്ത ചില കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹത്തിന് അല്പം വലിയ വസ്ത്രം ധരിക്കുമ്പോൾ അല്പം പരുവക്കേടാണെങ്കിൽ നമ്മൾ ഉടനെ അതെല്ലാം ചർച്ച ചെയ്യും. ഇങ്ങനെയാണോ? സ്റ്റേജിൽ ഇരിക്കുന്നവരെ തന്നെ ആദ്യം പറഞ്ഞു ഞാൻ സഹിതം, ഇങ്ങനെയാണോ? അതേസമയം കാശും പുത്തനും ഇച്ചിരി ചുറ്റുപാടും മിടുക്കും ഒക്കെ ഉള്ള ആൾക്കാരുടെ പിള്ളേരുടെ കല്യാണത്തിന് ഇവിടുന്നേ ഇല്ല. കണ്ടിട്ടില്ലേ? അതിനാരും ഒന്നും പറയത്തുമില്ല. സ്തോത്രം. എന്നെ എല്ലാവർക്കും ഒരു മല ഇടിഞ്ഞതുപോലെ ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയത്തിൽ വരാ യാക്കോബ് പറയാ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കണം. പരീക്ഷ വരാതിരിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ സഹിക്കണം. എന്തുവാ പരീക്ഷ കഴിയുമ്പോഴാ നീ ആളെങ്ങനെയാന്ന് തെളിയുന്നത്. അബ്രഹാമിനെ ഒരിക്കൽ പരീക്ഷിച്ചു. ഏകജാതനെ അവൻ അർപ്പിക്കണം. അബ്രഹാം പരീക്ഷയെ ജയിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് പൈതലിനെ കൂട്ടിക്കൊണ്ട് പോകുക ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്. നിങ്ങൾക്ക് ഭാഗം അറിയാം. അങ്ങനെ യാത്ര ദൂരെ വെച്ച് സ്ഥലം കണ്ടു. സ്ഥലം കൊണ്ടുവന്നെ അബ്രഹാം ബാലിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ഓടിച്ചു പറയാം, അവിടെ ചെന്ന് ആരാധന കഴിച്ചു. യാഗപീഠം അടുക്കി ഇസ്ഹാക്കിനെ കയ്യും കാലും കെട്ടിക്കിടത്തി. അബ്രഹാം ഇസ്ഹാക്കിനെ എന്റെ ഭാഷയെ കണ്ടിക്കാൻ കത്തിയെടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു, അവറാച്ച കണ്ടിക്കരുതെന്ന് പറഞ്ഞു. കത്തിയെടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി അവറാച്ചൻ കണ്ടിക്കും. പൂർണ്ണ സമർപ്പണത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ കത്തിയെടുത്തിച്ച് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് നിൽക്കുക എത്രയോ നാളായിട്ട്. ഹല്ലേലൂയ. കർത്താവിനറിയാം ഇവൻ വെട്ടത്തൊന്നുമില്ല, ഉമ്മ ഇങ്ങനെ വീശുന്നു. ഇവൻ വീശ ഉമ്മാ വീശുക. കർത്താവിന് മനസ്സിലായി അവറാച്ചനെ വിളിച്ചില്ലേ, അവറാച്ചൻ ഇപ്പൊ കണ്ടിക്കും. അതുകൊണ്ടാ പറഞ്ഞ അബ്രാമേ ബാലന്റെ മേ കൈവക്ക്. നോക്കിയപ്പോ ഒരു ആട്ടിൻകുട്ടിയെ ഇസഹാക്കിന് പകരമായിട്ട് കൊണ്ട് യാഗം കഴിച്ചു. ഞാനിങ്ങനെ പറയാറുണ്ട്, യാഗം കഴിച്ചേച്ച് അബ്രഹാം ഇസഹാക്കുമായിട്ട് തിരിച്ചു പോന്നു. ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. പക്ഷെ ഈ വിഷയം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ നാടോട്ട് പഠിക്കുമ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 വലത്തുവശത്തെ കണ്ണിക തുടങ്ങുന്നത്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. കണ്ടോ? അർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ അർപ്പിച്ചില്ല, ഒരാട്ടിൻകുട്ടീനെ അർപ്പിച്ചു. പക്ഷേ ഈ വിഷയം യാഗമായിട്ട് സ്വർഗം അംഗീകരിച്ചു. കാരണം യാഗം കഴിക്കാൻ ചെന്നവന്റെ മനസ്സ് നോക്കിയപ്പോൾ പൂർണ്ണ മനസ്സാണ്, പൂർണ്ണ സമർപ്പണമാണ്. അതുകൊണ്ട് ദൈവം അംഗീകരിച്ചു. മനസ്സാ ദൈവം നോക്കുന്നു. അടുത്ത പദം വായിച്ചേ, ഒന്നുകൂടെ അർപ്പിച്ചെന്നുണ്ട്. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. 2 പ്രാവശ്യം എഴുതി അർപ്പിച്ചെന്ന്. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവാന്ന് അടുത്ത വാക്യം വായിര്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവശക്തനും വേണ്ടി എന്ന് പറഞ്ഞാൽ അബ്രഹാം, ഞാൻ മനസ്സിലാകുന്ന ഭാഷ നിങ്ങൾക്കറിയാം എങ്കിലും ഒന്ന് ആവർത്തിക്കുക. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം, ഞാൻ എന്റെ പയ്യനെ കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തി മൂർച്ചയുള്ള കത്തുകൊണ്ട് ഇവനെ കണ്ടിച്ച് ഇവൻ തുണ്ടമായി നുറുക്കപ്പെട്ട് കഴിയുമ്പോൾ തീ കത്തും. അങ്ങനെ തീ കത്തിച്ച് ഇവൻ കത്തിച്ചാമ്പലാകെ ഏതാണ്ട് 2 മണിക്കൂർ ആ ഒരു ഹോമയാഗം ദഹിച്ചു തീരാനെന്നാ കണക്ക് പറയുന്നത്. ആയിക്കോട്ടെ, ആ 2 മണിക്കൂറിലെ 2.5 അല്ലെ എത്ര നേരമായിട്ട് ഈ സമയം കൊണ്ട് ഇത് കത്തി ചാമ്പലായി. എന്റെ പൈതൽ ഇസഹാക്ക് ഒരു പിടി ചേരമായി കിടന്നാൽ ഈ ചേരത്തിൽ നിന്നും ഇവനെ ഉയർപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി ദൈവപൈതലെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശു വിശ്വസ്തൻ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശു വിശ്വസ്തൻ. നാറ്റം വെച്ച വിഷയത്തിന് സുഗന്ധം പരത്തുവാൻ യേശു വിശ്വസ്തൻ. ഇന്ന് രാത്രിയിൽ നിരാശയോടെ, ഭാരത്തോടെ, വേദനയോടെ, മനോദുഃഖത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു വിശ്വസ്തൻ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവം വിശ്വസ്തൻ. അടുത്ത പദം, അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന അടുത്ത വാക്യമായിര്. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ
ഒറ്റവാക്കി പറഞ്ഞ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു, മരിച്ചു, അടക്കി. ഉയർത്ത ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം തിരിച്ചു വന്നു. ദൈവത്തിന്റെ മഹത്വം. ഇതൊരു നിഴലാ. ഉൽപ്പത്തി പുസ്തകം അല്ലെ പഴയ നിയമവും പുതിയ നിയമവും പ്രതിരൂപ സ്വരൂപങ്ങളാണ്, നിഴലും പൊരുളുമാണ്. സാധാരണ വ്യാഖ്യാനിക്കുന്നത് ദൈവദാസന്മാർക്കറിയാം. അബ്രഹാം പിതാവായി ദൈവത്തിന് നിഴലായിട്ട് നിൽക്കുന്നു, ഇസഹാക്ക് യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നു, റിബേക്ക ദൈവസഭയ്ക്ക് നിഴലായിട്ട് നിൽക്കുന്നു, എലയാസർ പരിശുദ്ധാത്മാവിന് നിഴലായിട്ടൊക്കെ പഠിപ്പിക്കുന്നത്. വലിയ തെറ്റില്ല. കണ്ടമാനം വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ ആ കുഴയെന്ന്. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്നത് 22 അല്ലയോ? 22 ഉൽപ്പത്തി 22 ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാ? അങ്കച്ചൻ മാസ്റ്റർ പറഞ്ഞു ഇസഹാക്കിന്റെ കല്യാണം. അവരോട് ചോദിക്കരുന്ന പുള്ളി പറഞ്ഞു. അല്ല, കല്യാണമായതുകൊണ്ട് അവർക്ക് ഇഷ്ടം വരും. കല്യാണം എത്ര അധ്യായത്തിൽ കഴിച്ചായിരുന്നോ കല്യാണം? വീഡിയോ എടുക്കുന്ന പുള്ളിയോട് കല്യാണം, ഓ എന്നാ വേണ്ട, പിന്നെ അതിലെ വേറെ കൃത്രിമം വല്ലതും ഉണ്ടാക്കി വെച്ചെങ്കിൽ പിന്നെ. അപ്പോൾ ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാ? 24 ഇസഹാക്കിന്റെ യാഗം അർപ്പിക്കുന്നത് 22, ഇസഹാക്കിന്റെ കല്യാണം 24. ഇതിനിടയ്ക്ക് ഒരു അധ്യായം 23. ഇസഹാക്കിന്റെ അമ്മ അബ്രഹാമിന്റെ ഭാര്യയുടെ മരണം, സാറായി. 127 വയസ്സുള്ള സാറായി മരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. ഇസഹാക്ക് മരിച്ചത് 22. ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം വന്നു. കല്യാണം 24. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. 23 മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത ഇസഹാക്കിനെ കൊണ്ടുവന്നു. അധികം താമസിക്കാതെ ഇസഹാക്കിന്റെ കല്യാണമാണ്. കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഒറ്റവാക്കി പറയാം, അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിക്കും. ദൈവത്തിന്റെ കണക്കും പ്രകാരം വരുമ്പം അധികം ഒന്നും താമസമില്ല. ദൈവത്തിന് മഹത്വം. 22 ഇസഹാക്ക് മരിച്ചു. ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് വരുമ്പോൾ അബ്രഹാം കേൾക്കുന്ന ഒരു വാർത്ത ഇതാ, നല്ല വാർത്തയാ. റിബേക്ക അവിടെ ജനിച്ചെന്ന്. ആ 22 അധ്യായത്തിന്റെ ഒടുവിൽ ഒരു കണ്ണികയുണ്ടല്ലോ മോനെ, അത് 22 വാക്യമാണോ? 23 നേരെ മേളിൽ ഒരു കണ്ണികയുണ്ട്. ആ കണ്ണിക ഒന്ന് വായിച്ചേ. അനന്തരം മിൽക്കായും നിന്റെ മിൽക്കയും തന്റെ സഹോദരനായ നാഗോറിന് മക്കളെ പ്രസവിച്ചു വന്ന് എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അബ്രഹാമിന് ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് വരുമ്പോൾ അബ്രഹാം കേൾക്കുന്ന വാർത്ത ഏതാ? നാഗോറിന് മിൽക്ക മക്കളെ പ്രസവിച്ചെന്ന്. അടുത്തത് അവരാരെന്നാൽ ആദിജാതൻ ഊസ്, അവന്റെ ബ്രദർ ബൂസ്, പിന്നെ ആരാമിന്റെ പിതാവ് കെമൂവേല്, പിന്നെ ശേഷത്, ഹസോ, പിൽദാഷ്, ഇദലാഫ്, ബെഥൂവേൽ. അടുത്ത പദം വായിച്ചേ. ബെഥൂവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അബ്രഹാം കേൾക്കുന്ന നല്ല വാർത്തയാ, റിബേക്ക ജനിച്ചെന്ന്. കാൽവറിയിൽ യേശു മരിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. മുമ്പേ വായിച്ചു കേട്ടല്ലോ, അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ അവരെ കൂട്ടി ബെഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തലപ്രവൃത്തി 1. അന്ത്യകൽപ്പന കൊടുത്ത് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കണം, യെരൂശലേം വിട്ടു പോകരുത്. അവിടുന്ന് പോയി അധികം താമസിക്കാതെ ആമൻ സ്തോത്രം, ആമൻ സഭ രൂപപ്പെടുക. സഭ ഇടയ്ക്കൊരു കാര്യം കൂടെ പറയാം. 1-ാം അധ്യായത്തിൽ സഭയെന്നൊന്നും പറയുന്നില്ല, സംഘം എന്നാ കൊടുത്തേക്കുന്നത്. 120 പേര് കൂടുന്ന സംഘം. അപ്പോസ്തലപ്രവൃത്തി 1-ൽ 120 പേര് കൂടുന്ന സംഘം. അതിന് ഒരു ചിന്ത പറയാം. പ്രത്യക്ഷപ്പെട്ടത് 500-ലധികം പേർക്ക് ഒന്നിച്ച്, പക്ഷെ കാത്തിരിക്കാൻ 120 ഉള്ളൂ. എല്ലാവരും സാക്ഷിയൊക്കെ പറയും, യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, ഹല്ലേലൂയ, ജീസസ് ജീസസ്. വണ്ടി മേടിക്കാനും വീട് വെക്കാനും മത്ത് മേടിക്കാനും രോഗം മാറാനും ഒക്കെ ജീസസ് വെക്കുക. യേശു യേശു യേശു, നന്ദി. ഇതൊക്കെ നല്ല കാര്യം. പ്രത്യക്ഷപ്പെട്ടു 500-ലധികം പേർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ പ്രമാണപ്രകാരം കാത്തിരിക്കാൻ ഉള്ളത് 120. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ.
ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നേരത്തെ ചെന്നില്ല, സീറ്റ് കെട്ടുകയില്ല, വണ്ടി ഉണ്ട്, പാർക്കിംഗ് ഏരിയ കുറവാ, നേരത്തെ പോകണം, ഭയങ്കര എന്തുവാ ഓരോ ഭാഷകളുണ്ട് എന്ന് എനിക്കറിയാൻ മേല. മെഗാ അങ്ങനല്ലേ, മെഗാ നല്ല മെഗായൊക്കെ നല്ലതാ. സ്തോത്രം. 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മാളിക മുറിയിൽ കാത്തിരിക്കാൻ 120 ഉള്ളൂ. എന്തിനേറെ ആ 120 പേരുടെ മേൽ അവരെ പറ്റി വായിക്കുന്ന സംഘമെന്ന 1-ാം അധ്യായത്തിൽ സംഘമെന്ന് പറഞ്ഞു. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവൻ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടു, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവരെ പറ്റി പിന്നെ പറയുന്നത് സംഘമെന്നല്ല, സഭയാ. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനപ്രതി സഭയോട് ചേർത്തു. ആ സഭ രൂപപ്പെട്ടു. അപ്പോൾ ഇസഹാക്ക് മരിച്ച് ഉയർത്ത ഇസഹാക്കിനെ കൊണ്ടുവരുമ്പോൾ അബ്രഹാം കേൾക്കുന്നത് ബെഥൂവേലിന്റെ വീട്ടിൽ റിബേക്ക ജനിച്ചു, കാൽവറിയിൽ യേശു മരിച്ചു. അധികം താമസിക്കാതെ കേട്ട വാർത്ത, ഉയർത്ത് കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത, അവൻ മാളിക മുറിയിൽ 120 പേര് കൂടി അവൻ മണവാട്ടിയാകുന്ന സഭയ്ക്ക് രൂപമുണ്ടായി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അധികം താമസിക്കാതെ യേശു വരും. എന്തിന്? തിരുസഭയെ ചേർക്കുവാൻ. അതാണ് നമ്മുടെ പ്രത്യാശ. ഓടിച്ചു മുമ്പോട്ട് പോകാം. ഈ പരീക്ഷയെ അപ്രകാരം ജയിച്ചു. 1-ാം അധ്യായത്തിൽ പരീക്ഷകൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിവിധ പരീക്ഷകൾ നമുക്ക് വരും. പരീക്ഷ വരുമ്പോൾ ക്ഷീണിക്കരുത്, മടുക്കരുത്, തളർന്നു പോകരുത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. മൂത്താമ്പാക്കൽ ഉപദേശിയോട് പണ്ടൊരു യൗവനക്കാരൻ ചെന്ന് ചോദിച്ചു, അപ്പച്ച എല്ലാവരും പറയുന്നത് പരീക്ഷയുണ്ട്. അപ്പച്ചൻ പക്കതനും ദൈവകൃപയുള്ള ആണാണല്ലോ, പരീക്ഷ ഉണ്ടോ? ഉടനെ മൂത്താമ്പാക്കൽ ഉപദേശി പറഞ്ഞെന്നാ പറഞ്ഞത്, കുഞ്ഞെ പരീക്ഷ ഉണ്ട്. അപ്പൊ അവന് തിരിച്ചു പോയില്ല. അവന് ഭയങ്കര ജിജ്ഞാസയുള്ളവനാ. എന്തിനാ ഫോണടിക്കുന്നത്? അതാരാ? അല്ല, വല്ലം ഞെക്കിയതായിരിക്കും. അതോ ഞാൻ പ്രസംഗം നിർത്താനാണോ? എന്നായി നിർത്തട്ടെ? ഞാൻ തന്നെ അവരെ അതിനകത്ത് തിരിച്ച് നോക്കുക. അന്നേരം ഓണ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഉപദേശിയോട് ചോദിച്ചു, അപ്പച്ച പരീക്ഷ ഉണ്ടോ? അവൻ പറഞ്ഞു, പരീക്ഷ ഉണ്ട് മോനെ. അവൻ തിരിച്ചു പോയില്ല. അവൻ ചോദിച്ചു, അപ്പച്ചന് എപ്പോഴൊക്കെയാ പരീക്ഷയെന്ന് അറിയാമെങ്കിൽ പിന്നെ അവൻ മൂത്താമകൽ ഉപദേശി എപ്പോഴൊക്കെ പരീക്ഷ ഉണ്ടെന്ന് ചോദിച്ചതിന് മറുപടി ഒരു വരി എഴുതി. പഴയ ആൾക്കാർക്ക് ആ പാട്ടറിയാം. വരി ഇങ്ങനെ: പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. അപ്പോൾ പകല് പരീക്ഷ വരും, രാത്രി പരീക്ഷ വരും. പിന്നെയോ ഉറങ്ങിക്കിടന്നാലും. ഉറങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെയാ പരീക്ഷിക്കുന്നത്? പണ്ട് ഒരാളോട് ചോദിച്ചു, ഉറങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെ? ഒന്നും പറയണ്ട, ആവശ്യമില്ലാത്തെല്ലാം കാണുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ പരീക്ഷിക്കുന്ന ഒരു ഉദാഹരണം വേണേ പറയാം. ഉദാഹരണമാണേ. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വണ്ടിപ്പണിയോ റോഡ് പണിയോ ബിസിനസ്സോ ഓഫീസ് വർക്കോ എന്തുമാകട്ടെ, അവനും എൻ്റെ ജോലി. ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും ബന്ധപ്പാടും ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ ചിലപ്പോൾ ഒരു കട്ടം കുടിച്ചോണ്ടായിരിക്കും പോയത്. ജോലിയുടെ തിരക്കും ബുദ്ധിമുട്ടും ബന്ധപ്പാടും കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനൊത്തില്ല. വളരെ ക്ഷീണിതനായി, ടെൻഷനും. മുതലാളി അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊക്കെ ഷൗട്ട് ചെയ്യും ചിലരെ. അതിൻ്റെയൊക്കെ ടെൻഷനായി ഉച്ചയ്ക്ക് കഴിക്കാനൊത്തില്ല, വളരെ ബുദ്ധിമുട്ടി. വൈകുന്നേരം ക്ഷീണിതനായിട്ട് വീട്ടിലോട്ട് എങ്ങനെയും വീട് പറ്റിയാൽ നോത്ത് വരിക. 2 വീലറിലോ അല്ലെ ബസ് പിടിച്ചോ അല്ലെ സൈക്കിളിലോ വരിക. അപ്പൊ അങ്ങനെ വരുമ്പം സാധാരണ ഇന്നത്തെ രീതി അനുസരിച്ച് വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ചിലപ്പം വിളിക്കും, ഹലോ എവിടായി? ഞാൻ മാധവൻപടി കഴിഞ്ഞു. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും, ഇപ്പൊ എവിടായി? റബ്ബർ ബോർഡിന്റെ അവിടെ കഴിഞ്ഞു. അവിടെ കഴിയേണ്ട സമയം കഴിഞ്ഞല്ലോ, നിങ്ങൾ ഇടയ്ക്കെല്ലാം കയറിയോ? ഞാൻ ഇടയ്ക്ക് ഒരാളെ കണ്ടു. ആരാ? ഒരാളാ. അല്ലേലും എനിക്കറിയാം, എല്ലാരും അല്ല, ചിലര്. വീട് അടുക്കാറാകുമ്പോൾ വീണ്ടും ഫോണ്. പിന്നെ ചില പച്ചക്കറിയും കൂടെ മേടിച്ചോണ്ട് വരണം. അത് ന്യായമാണ്. ക്ഷീണിച്ചായി വരുന്നെങ്കിലും പച്ചക്കറി മേടിച്ചോണ്ട് വീട്ടിലോട്ട് വരാതിരിക്കാൻ പറ്റും. അല്ല പിന്നെ മേടിച്ചോണ്ട് വേറെ സ്ഥലത്തുമല്ലോ മേടിച്ചു. അടുക്ക
അടുക്കാറായപ്പം വീണ്ടും പോണേ 2 കവർ പാലും കൂടെ അത് മേടിച്ചു. അന്ന് ആട്ടം ഓർത്ത് വന്നപ്പോൾ പറയാം ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ നാളെ മേടിച്ചത് എങ്ങുന്നതേ ഉള്ളു, കൊള്ളുകയല്ലെന്ന്. കുടുംബമല്ലേ, ഇതൊക്കെ അത്യാവശ്യമാണ്. അടുക്കാറായപ്പം വീണ്ടും ഫോണ് കൊച്ചിന് ബിസ്ക്കറ്റ് ഇല്ല, ഒരു കൂടി ബിസ്ക്കറ്റും കൂടെ കൊടുത്തില്ലെങ്കിൽ കൊച്ചു കടന്ന് കീറും. കാറുകല്ല, രാത്രി ഉറങ്ങാനും വെക്കുകയല്ല, കൊച്ചു കടന്ന് കീറി. അപ്പൊ ഇതെല്ലാം മേടിച്ച് വളരെ ഒരു ഉദാഹരണമാണ്. വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. പുള്ളി പെട്ടെന്ന് കുളിച്ച് ക്ഷീണമെല്ലാം മാറി പാട്ട് പാടി, പെന്തിക്കോസുകാരാണെങ്കിലേ, എല്ലാവരും ഒന്നും അല്ല, പാട്ട് പാടി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചു, കടയിൽ നിന്ന് കഴിച്ചു. നല്ല ക്ഷീണമാണ്, കിടക്കാൻ നോർത്ത് അങ്ങോട്ട് ചെന്ന് കയറി കിടന്നു. ഈ ക്ഷീണവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ചിലപ്പം ചിലരങ്ങ് ഉറങ്ങും. ഈ സഹോദരിമാർക്ക് അങ്ങനെ പെട്ടെന്ന് കിടക്കാൻ ഒക്കത്തില്ല. നിങ്ങളെ അഭിനന്ദിക്കുക. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കയറി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒക്കുവോ? അയ്യോ, പാത്രം കഴുകണം, അടുക്കണം, തൂക്കണം, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഇന്നത്തെ രീതി അനുസരിച്ച് ഫ്രിഡ്ജിനകത്തൊക്കെ അത് വെക്കണം, അടുക്കളയെല്ലാം വൃത്തിയാക്കണം, പാത്രം കഴുകി കമത്തണം, എല്ലാം അതാത് ഭാഗത്തെല്ലാം കൊണ്ട് വെക്കണം. പറ, അങ്ങനല്ലേ? ഇതെല്ലാം ചെയ്തേച്ച് അങ്ങ് പറയാമേ, അങ്ങനല്ലേ? അതെല്ലാം ചെയ്തേച്ച് നിങ്ങൾ പിന്നെ കാലും ഒക്കെ കഴുകി അല്ലേ കുളിച്ചാലും വൃത്തിയായിട്ട് മുറിക്കകത്തോട്ട് വന്നപ്പോൾ കിടക്കുക. മോട്ടർ ഫിറ്റ് ചെയ്തപോലെ 500 മോട്ടർ ഫിറ്റ് ചെയ്തപോലെ. അപ്പൊ എല്ലാരും അല്ലെങ്കിലും ചിലര് കിടക്ക് കിടന്നുടങ്ങ, പാലിന്റെ പൈസ കൊടുത്തില്ല, പത്രക്കാരൻ മിനിഞ്ഞാന്ന് വന്ന് പറഞ്ഞു കിടന്നുടങ്ങ. ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. തെളിഞ്ഞോ? അത് മതി. അപ്പൊ പകലിൽ പരീക്ഷ വരും, രാത്രി പരീക്ഷ വരും. പിന്നെ നിനക്കിത് പിടികിട്ടുകയല്ല. കുറച്ച് കഴിയുമ്പോ നീ പറയാ മാസ്റ്ററെ എന്നും പരീക്ഷയാന്ന് പറയും. അപ്പോൾ പകലിൽ പരീക്ഷ വരും, രാത്രിയിൽ പരീക്ഷ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. അപ്പൊ അവൻ തിരിച്ചു പോയില്ല. അവൻ ചോദിച്ചു, അപ്പച്ചാ ആരൊക്കെ അപ്പച്ചാ പരീക്ഷിക്കുന്നെന്ന്? ആളറിയാമെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാന്നെ. അപ്പൊ ഉടനെ ഉപദേശി എഴുതി പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താൻ ബന്ധുക്കൾ തൻ മർത്യ ജഡം. പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താൻ ബന്ധുക്കൾ തൻ മർത്യ ജഡം. ജിബ്രായിൽക്കാർ പാറം തട്ടും തീര ഒളിച്ചോടി തലത്തിലെ പരീക്ഷകൾ. ജിബ്രായിൽക്കാർ പാറം തട്ടും തീര ഒളിച്ചോടി തലത്തിലെ പരീക്ഷകൾ. അപ്പൊ ശ്രദ്ധിക്കുക, പരീക്ഷ ദൈവമക്കൾക്കുണ്ട്. എന്നാൽ ആ പരീക്ഷയെ അവൻ മാറാനല്ല, പരീക്ഷയെ ജയിക്കണം, പരീക്ഷ സഹിക്കണം. സഹിച്ചു കഴിയുമ്പോൾ കൊള്ളാവുന്നവനായി നീ തെളിഞ്ഞു വരും. യേശുവിനെ പിശാച് പരീക്ഷിച്ചല്ലോ, നമ്മുടെ കർത്താവ് അതിനെയെല്ലാം ജയിച്ചു. 3 നിലകളുള്ള പരീക്ഷകളാ. മത്തായി സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മത്തായിൽ വായിക്കുന്നത് അവൻ 40 ദിവസം കഴിഞ്ഞപ്പോൾ പരീക്ഷകം വന്നെന്നാ. അങ്ങനെ അടിഞ്ഞേക്കണേ. പക്ഷെ ലൂക്കോസ് ചരിത്രം പഠിച്ച പുള്ളി പറഞ്ഞത് 40 കഴിഞ്ഞപ്പോഴല്ല, 40 ദിവസവും പരീക്ഷ ഉണ്ടായിരുന്നെന്നാ. അങ്ങനല്ലേ വായിച്ചേ? മത്തായി 4:1 ലൂക്കോസ് 4 വേഗത്തിൽ വായിച്ചു. എപ്പം നിർത്തണമെന്ന് പറയണം, അന്നേരം നിർത്തും കേട്ടോ. നാട്ടുകാരെ കൊണ്ട് എന്നെയൊന്നും പറയിപ്പിക്കരുത്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അപ്പം മത്തായി വായിക്കുന്ന 40 കഴിഞ്ഞപ്പോ പരീക്ഷകൻ വന്നെന്ന. എന്നാൽ ലൂക്കോസ് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞു. ലൂക്കോസ് 4:1 വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. മത്തായി പറഞ്ഞത് 40 കഴിഞ്ഞപ്പം വന്നെന്നാ. പക്ഷെ ലൂക്കോസ് ചരിത്രം പഠിച്ച ആളാ. അത് ക്രമമായിട്ടും ചിട്ടയായിട്ടുമാ. അങ്ങനെ 1-ാം അധ്യായത്തിൽ ക്രമമായിട്ടാ. ശ്രീമാനായ യോബിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന് ശൂഷകന്മാരുമായി നമുക്ക് പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തകളുടെ നിശ്ചയം എന്തെന്ന് അറിയേണ്ടതിന് അത് ക്രമമായിട്ട് എഴുതിയതാണ്. അവൻ ലൂക്കോസ് ക്രമത്താൽ എഴുതിയത് കൊണ്ട് ലൂക്കോസ് ചരിത്രം നന്നായിട്ട് തെളിയിച്ചെഴുതി. ലൂക്കോസ് പറയാ 40 ദിവസവും പരീക്ഷിച്ചെന്ന. മത്തായി പറഞ്ഞത് 40 കഴിഞ്ഞപ്പം വന്നു. പക്ഷെ ലൂക്കോസ് പറയാ 40 ദിവസവും. ഈ 40
ദിവസം എന്തോ പരീക്ഷയായിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം പഠിച്ചതാന്നേ, നിങ്ങളുടെ അത്രയും പഠിച്ചില്ലെന്നേ ഉള്ളൂ. സ്കൂളിലെ അന്നത്തെ ശൈലി ഇതാ പറയുന്നത്, ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷയും. വലിയ പരീക്ഷ. ഇവിടെ 40 ദിവസവും പരീക്ഷിച്ചെന്നാ. ഈ 40 ദിവസം എന്തോ പരീക്ഷയാ? ഈ 40 ദിവസത്തെ പരീക്ഷയെ പറ്റി മർക്കോസ് ഒരു സൂചന തരുന്നുണ്ട്. ഒരു സൂചന. മർക്കോസ് 1:12 വായിച്ചേ. മർക്കോസ് 1:12 വായിച്ചേ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അടുത്തത്, അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അടുത്തത്, 40 ദിവസം 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു. 40 ദിവസം എന്ന് പറഞ്ഞ ആനയും കരടിയും പുലിയും കടുവായും ഹിംസജന്തുക്കൾ അവിടെ ഉണ്ടെന്നല്ല. യേശു ഉപവസിച്ച സ്ഥലത്ത് കാട്ടാനയും കരടിയും പുലിയും കടുവായും ആ സമയത്തൊന്നും അവിടെ, അതൊക്കെ വേറെ വേറെ രാജ്യങ്ങളിലും വനത്തിലും ഒക്കെ ഉണ്ട്. അവിടെ ഇതല്ല പറയുന്ന കാട്ടു മൃഗങ്ങളെന്നോ, മൃഗങ്ങളെന്ന ഈ പറയപ്പെട്ട എല്ലാ വന്യമൃഗങ്ങളും ആ സമയത്ത് അവിടെ ഇല്ല. പണ്ട് ഒരു കുമ്മിക്ക് ഇങ്ങനെ പാടാം, കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്തുകാരും. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്തുകാരും പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്തുകാരും പുലി കൂട്ട. ആ കാട്ടിൽ നിന്നുണ്ട് മൂളുന്നു കണ്ട കേട്ടിട്ട് ചെമ്പയമുണ്ടെനിക്ക്. ആ കാട്ടിൽ നിന്നുണ്ട് മൂളുന്നു കണ്ട കേട്ടിട്ട് ചെമ്പയമുണ്ടെനിക്ക്. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്തുകാരും പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്തുകാരും പുലി കൂട്ട. മതി, ചിലർക്ക് ഇളക്കം ഉണ്ടാകും. മതി, വേറെ പാട്ടാ കയറി ഇളകിയെങ്കിൽ പിന്നെ നല്ല താളമാ. വെള്ളം മുടി ഒഴിച്ചിട്ട് ഇളകിയെങ്കിൽ പിന്നെ ഞാൻ കണ്ട് പയ്യൊക്കെ ആങ്ങി വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നെന്ന എന്ന് പറഞ്ഞാൽ ഓർപ്പിച്ചല്ലോ, ആനയും പുലിയും കരടിയും ഒക്കെ ആയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൃഗീയമായ വിഷയങ്ങൾ ഈ 40 ദിവസവും യേശുവിന് നേരെ വന്നു. മൃഗീയമായ വിഷയം. പണ്ട് നമ്മൾ പേപ്പറിൽ എന്നും ഒരു വാർത്ത വായിക്കുമായിരുന്നു, മൃഗം സാജു. വായിച്ചിട്ടില്ലേ? സാജു എന്നാ പേര്, പക്ഷെ സ്വഭാവം കൊണ്ടിട്ടതായിരിക്കാം. ഒരാളെ പറ്റി എന്നോട് പറഞ്ഞു, അവനെ അറിയാവോന്ന് ചോദിച്ചാൽ എനിക്കറിയാം. യോ, അതല്ലേ മൂരി ബേബി. ഞാനിട്ട പേരല്ല, എന്നോട് പറഞ്ഞതാ. ഈ പുസ്തകത്തെ വാക്യമുണ്ട്, യഹൂദയെ പറ്റി വായിക്കുന്നത് സിംഹം എന്നാ. യഹൂദ ഒരു ബാലസിംഹം. അങ്ങനെ ബെന്യാമീൻ കടിച്ചു കീറുന്ന എന്നായല്ല സ്വഭാവം വെച്ചാ അങ്ങനെ ആയത്. സ്തോത്രം. ഒരുത്തനെ പറ്റി വായിക്കുന്ന പേടമാൻ. ഇസഖാര് അസ്ഥിബലമുള്ള കഴുത. അപ്പൊ ഒരുത്തൻ കഴുത, ഒരുത്തൻ പേടമാൻ, ഒരുത്തൻ കടിച്ചു കീറുന്ന ചെന്നായി, ഒരുത്തൻ സിംഹം. ഒരുത്തനെ പറ്റി വായിക്കുന്ന പാമ്പെന്ന. ദാനോ വടികളൊരു പാമ്പും അവൻ പാറകൾ. വായിച്ചേ മോനെ, വായിച്ചോ മോൻ, വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 8 വാക്യം വായിച്ചേ. യഹൂദായേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുവിടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം. യഹൂദ ഒരു ബാലസിംഹം. അപ്പൊ യഹൂദക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമായി ബാലസിംഹം. 27 വാക്യം വായിച്ച. 27. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായ. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. അവൻ ചെന്നായ. അതിന്റെ 17 വാക്യം വായിച്ചേ. ദാൻ വഴിയിൽ ഒരു പാമ്പും. ദാൻ വഴിയിലൊരു പാമ്പും.
പാതയിൽ ഒരു സർപ്പവും വേറൊരു സർപ്പം. 21 വായിച്ചേ. നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ. നഫ്താലി സ്വതന്ത്രമായിട്ട് നടക്കുന്ന പേടമാൻ. മതി, തെളിവിന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒരുത്തൻ പേടമാൻ, ഒരുത്തൻ പാമ്പ്, ഒരുത്തൻ അടിച്ചു കയറുന്ന ചെന്നായി, ഒരുത്തൻ സിംഹം, ബാലസിംഹം. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 40 ദിവസവും പരീക്ഷ. ആ പരീക്ഷ എന്തുവാണെന്ന് മർക്കോസ് ഒരു പരാമർശം തരിക. 40 ദിവസവും കാട്ടും മൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതുപോലെ ആനയും കരടിയും പുലിയും കടുവായും ആമ ശാർദൂലമാകുന്ന ഉള്ളിപ്പുലി ഇതിന്റെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച നല്ല മൃഗീയമായ വിഷയങ്ങൾ പലത് അവൻ കടന്നു വന്നപ്പോൾ യേശു അതിനെയെല്ലാം ജയിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മൃഗീയമായ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ, ആരാധനയ്ക്കെതിരെ, ജീവിത നിലവാരത്തിനെതിരെ കടന്നു വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. എല്ലാത്തിനെയും ജയിച്ച ഒരുവൻ നമുക്കുണ്ട്. സകലത്തെയും ജയിച്ച ഒരുവൻ നിന്നെ വിടുവിക്കുവാൻ ശക്തനാ. എല്ലാത്തിനെയും ജയിച്ച ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചവനാ. ഇന്ന് രാത്രി ആ ജയാളിയായ യേശു നിനക്ക് ജയം തരും. യേശുവിന്റെ അടുക്കൽ പിശാച് ഇതെല്ലാം കഴിഞ്ഞപ്പോ ക്രോഡീകരണം എന്ന നിലയിൽ വന്നു. പിശാച് പറഞ്ഞു, 40 ഇരുന്നില്ലേ? 200. വിശക്കുന്നുണ്ടല്ലയോ? അവിടെ വായിക്കുന്ന 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. നമുക്ക് ഡേറ്റ് കേൾക്കുമ്പോഴേ വിശക്കും. ഡേറ്റ് കേൾക്കുമ്പോഴേ ചിലക്ക് കടുക് മൂപ്പിക്കുന്ന മണം വന്ന ഉടനെ തന്നെ ഉപവാസം തെറ്റും. എന്നാ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാം അല്ലയോ? അതിനാ ഈ സഹിഷ്ണുത അങ്ങനെയുള്ള ആത്മസംയമനം ഇല്ലാത്ത വീട്ടുകാർ പറയും, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം അടുപ്പിപ്പോലും ഞങ്ങൾ വരുന്നവനെയും കൂടെ ഉപദ്രവിക്കുക. അവന് പോലും ഇച്ചിരി ചൂടുവെള്ളം ആട്ടെ. 40 കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് വീണ്ടും 41 ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്തു വൈരിയായോ. 41 ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്തു വൈരിയായോ. ഉത്തമ പ്രലോഭനത്തിനൊട്ടുമേ വഴിപ്പെടാതെ നിതയാല ഘോര വൈരിയെ തോൽപ്പിച്ചോരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. രാജപാത്രമായ ലോകമാകയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ഞാൻ അങ്ങ് പ്രസംഗം നിർത്തുക, കാരണം സമയം ഒത്തിരി പോയി. അത് മതി. പ്രസംഗിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, സമയം പോയി. അന്നേരം അവരൊക്കെ മരുന്നെടുക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ മയങ്ങി വേണമെങ്കിൽ പിന്നെ ചെന്നേച്ച് കുത്തെടുത്തേച്ച് വേണം മറ്റേ 2 കൂടെ എടുക്കാൻ. ആദ്യം കുത്തെടുക്കും, പിന്നെ മിക്കതും പരുവക്കാടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം പ്രയാസമാണ്. വേണമെങ്കിൽ ഒക്കുന്നെങ്കിൽ മണർകാട്ട് 2-3 ദിവസം യോഗം എന്നാ അടുത്ത തിങ്കളെ ചൊവ്വ ബുധൻ 3. ബാക്കി വേണോ വേറെ വേണോ അതിന്റെ പരുവത്തിന് നമുക്ക് നടത്തിപ്പ് പോലെ. അപ്പൊ ശ്രദ്ധിക്കുക, മണർകാട് നമ്മുടെ പ്രസാദ് മാസ്റ്റർ ഒരു 3 ദിവസത്തെ യോഗം. അടുത്ത തിങ്കൾ 21, 24, 25, 26 അല്ലെ 3 ദിവസം സമയം തരണം. അപ്പൊ നമുക്ക് ഒക്കുന്നെങ്കിൽ ഇതിന്റെ ബാക്കി അല്ലെ വേറെ. ഒരാൾ പറഞ്ഞു ഒക്കുന്നേ ഓടിടാ ഇല്ലേ ഓലയിടാന്ന് പറഞ്ഞ പോലെ ഓക്കെ ദൈവം അനുവദിച്ച ബാക്കി അവിടെ. എന്നാൽ ഇത്ര നേരം നിങ്ങൾ എന്നെ സഹിച്ചിരുന്നതിന് നന്ദി. ഒറ്റ കാര്യം പറഞ്ഞു വിട്ടേക്കാം, ജയിക്കാൻ യേശു കൃപ തരും. പരീക്ഷ വരുമ്പോൾ ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. ഇത്ര നേരം പ്രസംഗിച്ചതിന്റെ ആകത്തുക പറയും. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം യേശു, മറ്റൊരുത്തനിൽ രക്ഷയില്ല. 2, മറിയം നിത്യകന്യകയല്ല. 3, മനോഭാവം നല്ലതായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഞാൻ നിങ്ങളുമെല്ലാം അവിടുത്തെ ദാസനും ദാസിയ. കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി.
അതാ ഏറ്റവും നല്ലത്. അടുത്തത് സ്തോത്രം. വിവിധ പരീക്ഷകൾ വരുമ്പോൾ ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. പരീക്ഷ മാറാനല്ല, കർത്താവ് ഈ പരീക്ഷയെ ജയിപ്പാനുള്ള കൃപ എനിക്ക് തരണം. അത് തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിന് മഹത്വം. അവിടുന്ന് നിന്നെ ജയത്തോടെ നടത്തും. ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. ദൈവത്തിൽ ആശ വെച്ച് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം. ഒറ്റ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. യേശു വീണ്ടും വരും. അതാ 5:7 അവിടുത്തെ പ്രത്യക്ഷത. യേശു വീണ്ടും വരും. ആരാ വരവിൽ പോകുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുകയും വേർപാട് പാലിച്ച് തിരുമേശ എടുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ആമേൻ സ്തോത്രം ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് ആമേൻ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആരും കൈവിടപ്പെട്ടു പോകരുത്. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രം രക്ഷിതാവ്. ആ രക്ഷകനെ ഏറ്റെടുത്ത് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലി